السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം. മാനവ സൗഹാർദ്ദ സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും പരമകാരുണ്യകന്റെ അപാരമായ കരുണാകടാക്ഷത്താൽ ഈ വേദിയിലും സദസ്സിലുമായി നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. മാനവ സൗഹാർദ്ദത്തിന് സ്രഷ്ടാവിന്റെ സന്ദേശം എന്ന ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് ഈ മൈത്രി സമ്മേളനം ഒറ്റപ്പാലത്തിന്റെ ഹൃദയഭാഗത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുള്ള അബ്ദുൾ റഷീദ് ചലവറ, ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരായ ഷൗക്കത്ത് മാസ്റ്റർ, നമ്മളെല്ലാവരും ആദരിക്കുകയും കേരളത്തിന് അഭിമാനമായി ചേരുകയും ചെയ്തിട്ടുള്ള ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വെങ്കടകൃഷ്ണൻ മപ്പാട്ടുംപാടം, ബഹുമാനനായ ഫാദർ തോമസ് ചീരാൻ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും അദ്വൈത സിദ്ധാന്തങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളോട് സംസാരിച്ച ബഹുമാനനായ വിജയൻ മാസ്റ്റർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ മാനവ മൈത്രി സമ്മേളനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് ഒരു ആത്മാവുണ്ട്. ഈ സമ്മേളനം കൊണ്ട് വളരെ മഹത്തായ ഒരു ലക്ഷ്യവുമുണ്ട് നമുക്ക്.
ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കും പൗരോഹിത്യത്തിന്റെ മതനിർമ്മിതിക്കുമൊക്കെപ്പുറത്ത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത ലോകത്തിന്റെ അധിപതിയായ സൃഷ്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സർവ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഐക്യത്തിന്റെ ഒരു ദർശനത്തെ സംബന്ധിച്ചുള്ള അഗാധമായ പഠനവും ചിന്തയുമാണ് ഈ സമ്മേളനത്തെ ഇതര സമ്മേളനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്. ഇവിടെ പങ്കെടുത്ത ബഹുമാന്യരായ അതിഥികളോട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏറെ വിനയപുരസരം അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് അവർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുക. ആധുനിക ലോകം എന്ന് പറയുന്നത് സംഘർഷഭരിതമായ ഒരവസ്ഥാവിശേഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മതങ്ങളുടെ പേരിൽ, പാർട്ടികളുടെ പേരിൽ, ദേശങ്ങളുടെ പേരിൽ, അതിർവരമ്പുകളുടെ പേരിലെല്ലാം കലാപകാലുഷ്യത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ സംജാതമായി നിലനിൽക്കുന്നത്. എണ്ണുവാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യം, ഭാരതത്തിന്റെ പെരുമ ലോകത്തിന്റെ മുമ്പിൽ എന്നും ഉദ്ഘോഷിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലെ ലോകമത മഹാസമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തതിനെ കുറിച്ച് വിജയൻ മാഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ അഭിസംബോധന ചെയ്യാൻ വിവേകാനന്ദന് സാധിച്ചത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്നുകൊണ്ട് അമേരിക്കയെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത്, മനുഷ്യർ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം എവിടെ എന്നിടത്താണ് കാതലായ വശം. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ എന്റെ വിഷയത്തെ ക്രോഡീകരിക്കുന്നതും അവതരിപ്പിക്കുന്നതും. ഏതൊരു സാധാരണക്കാരൻ എന്ന് ഞാൻ പറയുന്നത് പാടത്തു പണിയെടുക്കുന്ന കൃഷിക്കാരനും അതുപോലെ തന്നെ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന പച്ചക്കറി ബിസിനസ്സുകാരനും ബഹുമാനനായ എവിടെ ഇരിക്കുന്ന ശാസ്ത്രകാരനും ആഴ്ചകളിലെ വ്യത്യസ്ത ദിവസങ്ങളിൽ ക്ഷേത്രാങ്കണങ്ങളിൽ ചെന്ന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളെ സംബന്ധിച്ച് പ്രസംഗിക്കുന്ന വിജയൻ മാഷും, ചർച്ചുകളിലെ സംഘർഷഭരിതമായി അവിടെ കടന്നു വരുന്ന മനുഷ്യരോട് ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഫാദറും, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും ധാരാളമുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവിക മതത്തിന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലയിൽ വളരെ സമഗ്രമായ ഒരു അവതരണത്തിന്റെ സാഹചര്യമോ സന്ദർഭമോ അല്ല ഇത്. വൈകുന്നേരം ആരംഭിച്ച ഒരു സമ്മേളനം ദീർഘമായ മണിക്കൂറുകൾ താണ്ടിക്കടന്നുകൊണ്ട് കടന്നു പോവുകയാണ്. സംസ്കാരമില്ലാത്ത മനുഷ്യരോട് സാംസ്കാരികമായ പൈതൃകത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊടുക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് മനുഷ്യരെ ക്ഷണിച്ച് സങ്കുചിതമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളുടെ ബലഹീനത ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ കടന്നു വരുന്നത്. മാനവ മൈത്രിക്ക് വിഘാതമായി നിന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അബ്ദുൾ റഷീദ് ചളവറയും ബഹുമാനനായ വിജയൻ മാഷും ആ വാചകം പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യർക്കിടയിലുള്ള വ്യത്യസ്തമായ ഭിന്നാഭിപ്രായങ്ങൾ വിവിധങ്ങളായ കക്ഷികൾ രൂപപ്പെടാനുള്ള കാരണമായി ഒന്ന്, ജാതീയത സൃഷ്ടിച്ച വമ്പിച്ച ഉച്ചനീചത്വങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശാപമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്ന് നമുക്കൊക്കെ അറിയാം. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരെന്ന് പറയുന്ന ദയനീയമായ കാഴ്ചകൾ ഇന്ത്യയുടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. സവർണ മേധാവിത്വം ലോകത്ത് ഭീതിതമായി അതിന്റെ ദമഷ്ട്രങ്ങൾ മുന്നോട്ട് തള്ളി നിന്ന കാലഘട്ടം ചരിത്രത്തിന് മറക്കാവതല്ല. നമ്മൾ അവതരിപ്പിക്കുന്ന ചൂടുപിടിപ്പിച്ച വാക്കുകൾക്കപ്പുറത്തായിരുന്നു യാഥാർത്ഥ്യങ്ങൾ. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനുള്ള
ഒരു എളിയ ശ്രമമാണ് ഈ ഉള്ളവന്റെ പ്രബോധന വിഷയാവതരണത്തിൽ ഞാൻ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലം ഒരുപാട് മുന്നോട്ട് പോയി. തർക്കങ്ങളും വിതർക്കങ്ങളും ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഒരച്ഛനമ്മമാർക്ക് പിറന്നിട്ടുള്ള മക്കൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി വ്യത്യസ്ത കക്ഷികളിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലും ലോകത്തും ഇന്ത്യയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും സംഘടനകൾ ഉണ്ടായി. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയ മേലാളന്മാരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തപ്പോൾ വർഗീയ കലാപങ്ങളുടെ തുടക്കമായി. ശ്രീരാമൻ ദുരുപയോഗം ചെയ്യപ്പെട്ടു. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്ന്. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം വാൽമീകി ഭാരദ്വജന്റെ കൂടെ തമസാ നദിയുടെ തീരത്തുപോയി ക്രൗഞ്ചമിഥുനങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിൽ അതിനെ അമ്പെയ്ത് വിത്താൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദ അരുത് കാട്ടാള എന്നതായിരുന്നു രാമായണത്തിന്റെ ഇതിവൃത്തം. രാമൻ എന്ന് പറയുന്ന കഥാപാത്രം മഹാത്മാഗാന്ധി ഹരിജൻസിൽ എഴുതിയതുപോലെ 26/5/1947 എഴുതിയതുപോലെ ശ്രീരാമനും ശ്രീകൃഷ്ണനും ചരിത്ര പുരുഷന്മാരായിരുന്നില്ല. മനുഷ്യരുടെ ഭാവനകളിലെ ധർമ്മത്തിന്റെ പ്രതീകങ്ങളായിരുന്നു അവർ. ലോകത്തുള്ള കലാപങ്ങളുടെയും കാലുഷ്യമായ അവസ്ഥകളുടെയും കാരണങ്ങളിലേക്ക് സമഗ്രമായി കടന്നു പോകുമ്പോ, സത്യസന്ധമായി കടന്നു പോകുമ്പോ മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ് എന്റെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നത്. ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു, അമ്മേ നമ്മൾ ജയിക്കുമോ? സങ്കോചലേശമന്യേ ഗാന്ധാരി പക്ഷം ചേർന്ന് പറഞ്ഞില്ലേ? പക്ഷം ചേരാതെ അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. യദോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. യദോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ എഴുതി വെച്ചൊരു വാചകം സദാ നാം ഓർമ്മിക്കേണ്ട, ഓർത്തെടുക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. സത്യമേ വിജയതേ. സത്യമേ ജയിക്കുകയുള്ളൂ. സത്യമാണ് ജയിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം 82-ാമത്തെ വാചകം ഇങ്ങനെയാണ്: വഖുൽ ജാഅൽ ഹഖ് വസഅകൽ ബാതിൽ ഇന്നൽ ബാതില കാന സഊക. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. പാകിസ്ഥാൻ പരാജയപ്പെടേണ്ടത്, ഇന്ത്യ ജയിക്കേണ്ടത്, ഇന്ത്യ പരാജയപ്പെടേണ്ടത്, പാകിസ്ഥാൻ വിജയിക്കേണ്ടത്, ഹിന്ദു വിജയിക്കേണ്ടത്, മുസ്ലിം പരാജയപ്പെടേണ്ടത് എന്നല്ല. സത്യം എവിടെയാണോ അവിടെയാണ് വിജയം. സത്യം ആരുടെ കൈകളിലാണോ അവിടെയാണ് വിജയം. ധർമ്മം ആരുടെ കൈകളിലാണോ അവിടെയാണ് വിജയിക്കേണ്ടത്. പക്ഷപാതിത്വത്തിനപ്പുറത്തുള്ളൊരു ചിന്തയാണിത്. ഓം അസദോമാ സദ്ഗമയ തമസ്വമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിന്റെ സൃഷ്ടാവേ, ജഗദീശ്വര, ദീദീപിക, വിരാട് പുരുഷ, വേദക്കൂൺ എന്ന് പറയുന്ന സർവാദിനാഥ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നീ എന്നെ കൈപിടിച്ചുയർത്തണമേ. ഭാരതീയ ദർശനങ്ങളുടെ ആകത്തുകയായി ഉദ്ധരിക്കപ്പെടുന്ന ഈ ശ്ലോകം നമ്മൾ എല്ലാവരും ഓർമ്മകളുടെ മണിച്ചപ്പുകളിൽ കാത്തു സൂക്ഷിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. എന്താണ് അസത്യം? എന്താണ് സത്യം? ആര് പറഞ്ഞതാണ് സത്യം? ആരുടെ വ്യാഖ്യാനമാണ് ശരി? എമ്പാടും വ്യാഖ്യാനങ്ങളുണ്ട് ലോകത്ത്. മാഷ് സൂചിപ്പിച്ചുവല്ലോ, വ്യത്യസ്ത കക്ഷികളായി, വ്യത്യസ്ത വിഭാഗങ്ങളായി പിരിഞ്ഞു നിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ. ഈ ചതുർവേദങ്ങളിൽ ഉള്ളതനുസരിച്ചുകൊണ്ടാണോ ഇവിടുത്തെ ഹൈന്ദവരുടെ ജീവിതം രൂപപ്പെട്ടത്? 18ഓളം വരുന്ന പുരാണങ്ങൾ അനുസരിച്ചാണോ? 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളുണ്ട്. സവിശേഷമാക്കപ്പെട്ട ദശോപനിഷത്തുക്കളുണ്ട്. വേദസംഹിതകളെയെല്ലാം ശ്രുതികളെന്നും സ്മൃതികളെന്നും രണ്ടായി ഭാഗിച്ചിട്ടുമുണ്ട്. ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന മഹാഭാരതത്തിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത 3 പഠിക്കുന്നതിന് വേണ്ടി 3 കാണ്ഡങ്ങളായി, ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, വിജ്ഞാനകാന്ഡം എന്ന് വേർതിരിച്ച്
അതിന് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സെന്നവസ്തും തെൽമൂദും ലോകത്തെ വേദങ്ങളാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് വേദഗ്രന്ഥങ്ങളിൽ സവിശേഷതയെ അർഹിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഒടുവിലത്തെ ഗ്രന്ഥമാണ് ഖുർആൻ. ദൈവീക ഗ്രന്ഥങ്ങളിൽ ഒടുവിലത്തെ ഗ്രന്ഥം. പൂർവ്വവേദങ്ങളിലെ മനുഷ്യരുടെ കൈകടത്തലുകളെ കൃത്യമായി പറഞ്ഞു തരികയും പൂർവ്വവേദങ്ങളിൽ ഉണ്ടായിരുന്ന പൂർണ്ണമായ സത്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ഒടുവിലത്തെ ഗ്രന്ഥം അതാകുന്നു വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്, ജ്ഞാനം എന്നാണ്. ചതുർവേദം എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള അറിവാണ്? എന്തിനെ കുറിച്ചുള്ള അറിവാണ്? അത് വളരെ ഗൗരവമായി നമ്മൾ പറയേണ്ടതാണ്. എ സ്ക്വയർ എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന മാത്തമാറ്റിക്സിന്റെ ബേസിക് തിയറി അല്ല വേദഗ്രന്ഥങ്ങളുടെ ചർച്ച. H2 എന്ന് പറയുന്ന 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉൾക്കൊള്ളുന്ന വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥമായ ചർച്ച. വെള്ളത്തെക്കുറിച്ചോ വായുവിനെ കുറിച്ചോ അഗ്നിയെ കുറിച്ചോ ഒക്കെ അതിൽ ചർച്ചയുണ്ടാകാം. പക്ഷേ സയൻസ് പഠിപ്പിക്കലല്ല വേദങ്ങളുടെ ലക്ഷ്യം. വേദങ്ങൾ വന്നത് മനുഷ്യന് മനുഷ്യത്വം പഠിപ്പിക്കാനാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. 18 അധ്യായമുള്ള ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. അവിടെ പറയുന്നത് ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കൊടികുത്തി വായുമ്പോ യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു എന്ന് പറയും. ഒരുപാട് യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ട് വേദപഠനങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലും ചിന്തകളിലും വ്യാഖ്യാനങ്ങളിലും. അതിൽ ഇസ്ലാമിന്റെ ഒരു വളരെ വലിയ പ്രത്യേകത ഞാൻ പറയാം, ബഹുമാനരായ അതിഥികൾക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടി. മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത സംഘടനകളുണ്ട്, വിഭാഗങ്ങളുണ്ട്. എന്തുകൊണ്ട് ഒരേ ഖുർആനിന്റെ അനുയായികളിൽ ഇതുണ്ടായി? എന്തുകൊണ്ട് ഒരേ പ്രവാചകന്റെ അനുയായികളിൽ ഇതുണ്ടായി? പ്രസക്തമായ ചോദ്യമാണ്. കൃത്യമായ മറുപടിയുമുണ്ട്. എന്താണ് കൃത്യമായ മറുപടി? ഈ പ്രസ്ഥാനം ഇത് സംഘടിപ്പിക്കുമ്പോൾ മാനവ മൈത്രി സംഘടിപ്പിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനം, കേരളത്തിലെ 1 നൂറ്റാണ്ട് പഴക്കമുള്ള നവോത്ഥാന പ്രസ്ഥാനം, അതിനൊരു പ്രത്യേകതയുണ്ട്. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു വചനത്തെ സ്വന്തമായി ഞങ്ങൾ വ്യാഖ്യാനിക്കാറില്ല. ഞങ്ങളുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാറില്ല. അതല്ലെങ്കിൽ ഞങ്ങളുടെ സംഘത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാറില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ അവരുടെ ഇഷ്ടത്തിനൊത്ത് ഒരു ഖുർആനിക വചനത്തെ വ്യാഖ്യാനിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും, തള്ളിക്കളയും, സ്വീകരിക്കുകയില്ല. കാരണം അങ്ങനെ വന്നാലുണ്ടാകുന്ന ദുരന്തം 1000 ആളുകൾക്ക് 1000 വ്യാഖ്യാനം ഉണ്ടാവും, 1000 മതങ്ങൾ ഉണ്ടാവും, 1000 ദർശനങ്ങൾ ഉണ്ടാവും, 1000 പാർട്ടികൾ ഉണ്ടാവും. അതാണ് മുസ്ലിം ലോകത്ത് സംഭവിച്ചത്. മുസ്ലിം ലോകത്ത് സംഭവിച്ചത് ഖുർആൻ സുമ്മ ഇന്ന അലൈന ബയാന, വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായം 19-ാമത്തെ വചനമാണ്, സൂറത്ത് ഖിയാമ. ആ അധ്യായത്തിന് ഒരു അത്ഭുതം കൂടിയുണ്ട്. അതാണ് മാഷ് നേരത്തെ പറഞ്ഞ അത്ഭുതം. മാഷിയുടെ വിരലടയാളം ഫാദറിനില്ല, ഫാദറിന്റെ വിരലടയാളം എനിക്കില്ല. ലോകത്തെ 714 കോടി മനുഷ്യരുടെയും വിരലടയാളം വ്യത്യസ്തമാണ്. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പാണ് ഈ കാര്യം ഒരധ്യായത്തിലൂടെ പറഞ്ഞത്. അത് പറയാനൊരു പശ്ചാത്തലവും ഉണ്ടായി. നുരുമ്പിയ എല്ലുകളിൽ നിന്ന് മനുഷ്യർ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് VR കൃഷ്ണയ്യർക്ക് മരണാനന്തരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഇമ്മാനുവൽ കെന്റിന് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവം ജർമ്മനിക്ക് നൽകിയ സമ്മാനം എന്ന് വിളിക്കുന്ന ഇമ്മാനുവൽ കെന്റിന്റെ പുസ്തകമാണത്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അതെന്താണ്? വേദഗ്രന്ഥങ്ങൾ അത് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങൾ അത് ഗൗരവമായി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വേദങ്ങളിലും സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. സ്വർഗനരകങ്ങളെ കുറിച്ച് വ്യാഖ്യാനിച്ചാൽ നേരത്തെ ഒരുപക്ഷെ മാഷ് പറഞ്ഞ പോലെ ശിരസ് സ്വർഗമാകാം. പക്ഷെ വേദം പഠിച്ചാൽ അങ്ങനെയല്ല കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് വ്യാഖ്യാനം, വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് പ്രശ്നം. എങ്ങനെ വ്യാഖ്യാനിക്കും വേദത്തെ? ദൈവം എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഞങ്ങൾ ഇവിടെ മുസ്ലിങ്ങളുമായി, മുസ്ലിങ്ങളുടെ അവാന്തര സംഘടനകളുമായി ഞങ്ങൾക്കുള്ള വിയോജിപ്പ് എന്താണ്? അവരവരുടെ ഇഷ്ടത്തിനൊത്ത് ഖുർആൻ വ്യാഖ്യാനിച്ചു. അവരവരുടെ താല്പര്യത്തിനൊത്ത് പൗരോഹിത്യത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവാചക വചനങ്ങൾ വ്യാഖ്യാനിച്ചു. ഞങ്ങൾ അതിനെതിരാണ്. ഞങ്ങൾ പറയുന്നത് സുമ്മ ഇന്ന അലൈന ബയാന, ഖുർആനിനെ ദൈവം എങ്ങനെ വ്യാഖ്യാനിച്ചു, അവന്റെ പ്രവാചകൻ ആ വാചകം അവതരിച്ച പശ്ചാത്തലത്തിൽ, കോണ്ടസ്റ്റിൽ ആ വാചകത്തിന് എന്തു പറഞ്ഞു, അതെന്നെ ലോകാവസാനം വരെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ലോകം അവസാനിക്കണവരെ പ്രസക്തവുമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
അതുകൊണ്ട് തന്നെ ഓരോ നേതാക്കന്മാരുടെ, ഓരോ സുഹൃത്തുക്കളുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ പല വ്യാഖ്യാനമുണ്ടാവും, പല അത്ഭുതങ്ങൾ വ്യാഖ്യാനിക്കും. ഒരു ഉദാഹരണം പറയാം. സീതയും രാവണനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു പുൽക്കൊടി എടുത്തു വെച്ചു. വ്യാഖ്യാനം 3 എണ്ണമാണ്. ആ വ്യാഖ്യാനം 3 എണ്ണമാണ്. ഒന്ന്, നീ എനിക്ക് പുല്ലാടാ എന്നാണ് അത്രേ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഒരു പെണ്ണുവാണും സംസാരിക്കുന്നിടത്ത് ഒരു പുല്ലെങ്കിലും സാക്ഷ്യം വഹിക്കണം എന്നതാണ്. 3, ഒരാണും പെണ്ണുമുള്ളിടത്ത് ഒരു മറയെങ്കിലും വേണം എന്നതാണ് അതിന് 3ാമത്തെ വ്യാഖ്യാനം. ഇത് 3നെയും അംഗീകരിക്കുക, ഇത് 3നെയും തള്ളിക്കളയുക, രണ്ടും ചെയ്യാം ആളുകൾ. വേദഗ്രന്ഥങ്ങളെ, ഇപ്പൊ ചതുർവേദത്തെ ആര് വ്യാഖ്യാനിച്ച വ്യാഖ്യാനമാണ് ശരി? ബൈബിളിനെ ആര് വ്യാഖ്യാനിച്ചതാണ് ശരി? ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു പഠിപ്പിച്ച ആശയം അതാണോ സെന്റ് പോൾ പഠിപ്പിച്ചത്? അതാണോ നിക്കിയ കൗൺസിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പഠിപ്പിച്ചത്? അല്ല എന്ന് ഞാൻ പറയുന്നു. അല്ല എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ബൈബിളിനെ കുറിച്ചുള്ള ആധികാരികമായ പഠനങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമുക്ക് കിട്ടുന്ന ചില സത്യസന്ധമായ അന്വേഷണങ്ങളുണ്ട്, ഗവേഷണം. അതുപോലെയാണ് ഗോളങ്ങളിൽ സർ ഐസക് ന്യൂട്ടൻ, കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ബ്രൂണോ തുടങ്ങിയ ഒരുപാട് ശാസ്ത്രകാരന്മാർ. അതിനുശേഷം വന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ, ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ്, ഒരുപാട് ശാസ്ത്രകാരന്മാർ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പലതിനെ കുറിച്ചും പ്രകടിപ്പിച്ചവർ. ഇവിടെയെല്ലാം നമുക്ക് ആലോചിക്കാനുള്ള വളരെ പ്രധാനമായ കാര്യം, മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ, മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ. നേരത്തെ ബഹുമാനനായ ശാസ്ത്രകാരൻ സൂചിപ്പിച്ച വിവാഹ പ്രായം മുതൽ ന്യായമായി മറുപടി പറയാൻ. പ്രായമാണോ പ്രശ്നം? വിവാഹമാണോ പ്രശ്നം? എന്താണ് പ്രശ്നം? പ്രായത്തിലെ കൃത്യതയാണോ പ്രശ്നം? പ്രായത്തിൽ കൃത്യപ്പെടുത്താത്തതാണോ പ്രശ്നം? മതം ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഭൂമിയിലൂടെ നടക്കണം? മതം ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഡ്രസ് എന്താകണം? മതം ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സംസാരം എന്താകണം? മതം ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മരണാനന്തര ജീവിതത്തിന്റെ നിരർത്ഥകത പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ ലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അറിവ്, ഈ വിരൽ മാഷ് സൂചിപ്പിച്ചുവല്ലോ, ഇവിടെ തൊട്ടുകൊണ്ട് സൂചിപ്പിച്ചുവല്ലോ, ഈ വിരലടയാളം, ഇതിന് തുല്യമായ ഒരു വിരലടയാളം ഇല്ലെന്ന് ഖുർആൻ. ഖുർആൻ പറയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും 714 കോടി മനുഷ്യരുടെയും വിരലടയാളം വ്യത്യസ്തമായി സൃഷ്ടിച്ച ദൈവം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനുപയോഗിച്ചത് ഈ പെരുവിരലാണ്, ദൈവത്തിന്റെ സ്വന്തം, അല്ലെ നമ്മൾ പറയുന്ന ഫിംഗർ പ്രിന്റ്, ദൈവത്തിന്റെ സ്വന്തം വിരലടയാളം ലോകത്തൊരാൾക്കുമില്ല. അതിൽ ഏറ്റവും രസകരമായ പോയിന്റ് എന്താണ്? വിജയൻ മാഷറുടെ വിരലടയാളം ഡിസൈൻ ചെയ്ത ദൈവത്തിന് ബാലുശ്ശേരിക്കാരനായ എന്റെ വിരലടയാളം ഡിസൈൻ ചെയ്തപ്പോ കൺഫ്യൂഷൻ ഇല്ല. ഫാദറിന്റെ വിരലടയാളം ഡിസൈൻ ചെയ്തപ്പോ ഈ സദസ്സിലിരിക്കുന്ന വേറെ ആരുടെയെങ്കിലും വിരലടയാളവുമായി അതിന് സാദൃശ്യമില്ല. ആ ദൈവത്തിന്റെ പവർ എത്രേ, ആ ദൈവത്തിന്റെ ശക്തി എത്രേ, ആ സിട്ടാവിന്റെ മെമ്മറി എത്രേ, ആ സിട്ടാവിന്റെ കഴിവെത്രേ. ആ സൃഷ്ടാവ്, അവനെ കുറിച്ചുള്ള പഠനം, അവൻ അവതരിപ്പിച്ച ദർശനങ്ങളെ കുറിച്ചുള്ള പഠനം, അവൻ അവതരിപ്പിച്ച ആശയങ്ങളെ കുറിച്ചുള്ള പഠനം അതിവിടെ നടക്കുന്നില്ല. അത് മാറ്റിവെച്ചുകൊണ്ട് ഓരോരുത്തരുടെ യുക്തിയാണ് പലപ്പോഴും ജനങ്ങളുടെ മനസ്സുകളിൽ തള്ളിക്കേറ്റപ്പെടുന്നത്. അതും ആളുകൾക്ക് അത് മനസ്സിലാക്കുന്നില്ല. ആളുകൾ അത് കേട്ട് തരക്കേടില്ലാത്ത തത്വം പറഞ്ഞു എന്ന് മനസ്സിലാക്കി ആളുകൾ എഴുന്നേറ്റ് പോവുകയാണ്. നേർക്ക് നേരെ പച്ചയായി, മോനെ നിനക്കൊരു ജീവിതമുണ്ട്, നിന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് നീയും ഒന്നല്ല, നിങ്ങൾ 2 അസ്തിത്വമാണ്. സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നല്ല. ചതുർവേദങ്ങൾ പഠിപ്പിച്ചത് അതല്ല. ചതുർവേദങ്ങൾ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് എന്ന് ചതുർവേദം പഠിപ്പിച്ചിട്ടില്ല. ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല എന്നാണ് ലോകത്ത് വേദഗ്രന്ഥങ്ങൾ സമഗ്രമായി പഠിച്ച ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം. എന്താ? ഒരു വേദഗ്രന്ഥത്തെ, ഋഗ്വേദത്തെ ആര് വ്യാഖ്യാനിച്ചതാണ് സ്വീകരിക്കേണ്ടത്? 100 ആള് പ്രസംഗിച്ചാൽ 100 പ്രസംഗമാണ് അവിടെ. 1000 ആള് പ്രസംഗിച്ചാൽ 1000 പ്രസംഗമാണ് അവിടെ. ഇതിൽ ഏത് സ്വീകാര്യം? ഏതനുസരിച്ച് ജനങ്ങൾ ജീവിക്കും? ജനങ്ങൾ ആകെ കുഴങ്ങിപ്പോവും. ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഓരോ കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരുപാട് പുഴകൾ ഒഴുകി സാഗരത്തിൽ ചെല്ലും. ഒരുപാട് പുഴകൾ അതൊഴുകി സാഗരത്തിലാണ് ചെല്ലുന്നത്. അതുപോലെ വ്യത്യസ്ത മതങ്ങളെല്ലാം ഈശ്വരനിലേക്കാണ് എന്ന് പറയാറുണ്ട്. കേട്ടാൽ എന്തൊരു സന്തോഷമുള്ള വാചകമാണ്, എന്തൊരു അത്ഭുതമുള്ള വാചകമാണ്. പക്ഷെ ഞാൻ അതിനൊരു മറുവശം ചോദിക്കുകയാണ്. ഞാനതിനെ ഖണ്ഡിക്കുകയാണ്. അതിന്റെ ഒരു മറുവശം ഞാൻ ചോദിക്കുന്നത്, ലോകത്തിലെ എല്ലാ നദികളും ഒഴുകി
സാഗരത്തിൽ ചെന്നു പതിക്കുന്ന പോലെ എല്ലാ മതങ്ങളും ദൈവത്തിലേക്കാണെങ്കിൽ ഒരു ഹിന്ദുവിന് ആയുസ്സിനിടയിൽ എന്തുകൊണ്ട് മാറി മാറി മതാചാരങ്ങൾ ചെയ്തുകൂടാ? ഉദാഹരണം, ഇവിടെ ഒരു ഹിന്ദു സന്യാസി, അയാൾ ജനിച്ചു വളർന്ന് സന്യാസിയായി മരിക്കുന്നതിലെ അവസ്ഥ എന്താണ്? അയാൾക്കറിയാം ഇത് മാത്രമാണ് ശരി, ഇതിനപ്പുറത്തുള്ളത് ശരിയല്ല എന്ന് അയാളുടെ മനസ്സിലുണ്ട്, പക്ഷെ പുറത്തു പറയില്ല. അതൊരു തരം കപടതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്റെ മതം വലുതാണ്, ആ മതമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു ഹിന്ദുവിനെ ഹൈന്ദവ തത്വങ്ങളാണ് ശരിയെന്ന് അയാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അയാൾ വഞ്ചകനാണ്. നേരെ മറിച്ച് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എല്ലാ നദികളും ഒഴുകി സാഗരത്തിലാണ് ചെന്നു ചേരുന്നതെങ്കിൽ എനിക്ക് കുറച്ചു കാലം മുസ്ലിം ആകാം, കുറച്ചു കാലം എനിക്ക് ക്ഷേത്രത്തിലെ സന്യാസിയും പൂജാരിയും ആകാം, പിന്നെ കുറച്ചു കാലം ഫാദറായിട്ട് ജീവിക്കാം. കാരണം എങ്ങനെ ജീവിച്ചാലും എന്റെ തത്വങ്ങൾ സ്വർഗത്തിലേക്കാണെങ്കിൽ പിന്നെ ഞാൻ മരിക്കണവരെ മുസ്ലിമായി ജീവിക്കുന്നതിന്റെ പൊരുൾ എന്താ? മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി വളർന്ന്, മുസ്ലിമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ച് മരിച്ചാലേ മോക്ഷം കിട്ടൂ എന്ന എന്റെ വിശ്വാസമാണ് ഞാൻ സ്വാമിജിയാകാത്തത്, ഞാൻ ക്ഷേത്രത്തിലെ പൂജാരിയാകാത്തത്, ക്ഷേത്രത്തിലെ പൂജാരി പള്ളിയിലെ മൊയ്ലിയരാകാത്തത്, പള്ളിയിലെ മൗലവിയാകാത്തത്, ബഹുമാനനായ ഫാദർ സന്യാസിയാകാത്തത്, ചുവന്ന ഡ്രസ് ധരിക്കാത്തത്, അല്ലെങ്കിൽ തൊപ്പി ധരിച്ച് പള്ളിയിലെ ഉസ്താദാകാത്തത്. എന്തുകൊണ്ട്? ഇതാണ് യേശുവിനെ അംഗീകരിക്കുക വഴി പാപ സങ്കല്പവുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെ യഥാർത്ഥത്തിൽ പാപികളെ വീണ്ടെടുക്കാൻ യേശുക്രിസ്തു കുരിശിലേറി എന്ന ചിന്തയിലൂടെ മോക്ഷമുള്ളൂ എന്ന അടിസ്ഥാനം. അതിനൊരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞു. സ്വാമിജി അങ്ങനെ വിശ്വസിക്കുന്ന കൊണ്ടോ ഫാദർ അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ ആവണം. അല്ലെങ്കിൽ പിന്നെ എന്താ ആത്മാർത്ഥത മതത്തിന്റെ പേരിലുള്ളത്? ഞാൻ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കാൻ പോവുക, എല്ലാം ശരിയാന്ന് ഞാൻ പറയാം, അതൊരു കപടതയാണെന്ന് ഞാൻ പറയാം. അതല്ല, എന്റെ ശരി ഇന്നതാണ്, നിങ്ങൾക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം. ഞാൻ ഇന്നെന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഇന്നെന്ന പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഇമ്മാ ഷാക്കിറൻ ബൈ ഇമ്മാ കഫൂറ, എന്ത് സുഖമുണ്ട്, നിങ്ങൾക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയാം. ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ, ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടണ്ടേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരല്ല. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ മറ്റൊരു വകുപ്പില്ല. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, 10-ാം അധ്യായം 99-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് എന്താണ്? ആ വചനത്ത് പറയുന്നത് നിങ്ങൾക്ക് ഏത് മതം സ്വീകരിച്ചാലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ശരിയും തെറ്റും ഇതാണ്. സത്യം ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. അത് സ്വീകരിക്കുമ്പോൾ അതാണ് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഏതാ ഇരുട്ട്? അരമണിക്കൂർത്തെ പവർ കട്ടല്ല ഉദ്ദേശിച്ചത്. അജ്ഞതയാകുന്ന ഇരുട്ട് അതില്ലായ്മ ചെയ്ത് ജ്ഞാനത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനം, ധർമ്മത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനം, അതെങ്ങനെയാ സാധ്യമാവുക? അതാണ് ലോകത്ത് ഏറ്റവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്ന വളരെ പ്രധാനമായ, അതിന്റെ 1-ാം വാള്യം 195 മുതലുള്ള പേജിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, സൗദി അറേബ്യ ചരിത്രത്തിൽ ഒന്നുമായിരുന്നില്ല. ചരിത്രം നമ്മൾ സമഗ്രമായി പഠിച്ചാൽ, സത്യസന്ധമായി പഠിച്ചാൽ, യാതൊരു പക്ഷപാതിത്വവും ഇല്ലാതെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന്റെ ആ കാലഘട്ടം. ആ പ്രവാചകൻ വന്ന കാലഘട്ടത്തിൽ മനുഷ്യർ മദ്യപാനികളായിരുന്നു, വ്യഭിചാരികളായിരുന്നു, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടിയവരായിരുന്നു, കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആരാധിച്ചവരായിരുന്നു. അവിടെ നിന്ന് ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിലേക്ക് മാനവകുലത്തെ പ്രവാചകൻ കൈപിടിച്ചുയർത്തി. അവരുടെ സമഗ്ര മാറ്റങ്ങളുടെ കാരണം അതായിരുന്നു. ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത, അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അവർ വ്യത്യസ്ത ഒരു ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി 40 വർഷത്തോളൊക്കെ യുദ്ധം ചെയ്തവരവര്. ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ഒരു ജനത. നമുക്ക് ചരിത്രം പഠിക്കാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിക്കാം, വേദഗ്രന്ഥങ്ങളുടെ ചരിത്രം പഠിക്കാം, വേദഗ്രന്ഥങ്ങളുടെ രചനാ കാലഘട്ടം പഠിക്കാം, വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കത്തിന്റെ കാലം പഠിക്കാം, വേദം സമൂഹത്തെ എന്തിലേക്ക് നയിച്ചു എന്നതിനെ കുറിച്ച് പഠിക്കാം. അവിടെയാണ് വേദഗ്രന്ഥങ്ങളിൽ ഖുർആൻ ലോകത്തുണ്ടാക്കിയ പരിവർത്തനത്തിന്റെയും വേദഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായ പരിവർത്തനത്തിന്റെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോ മനുഷ്യർ അവരാരാണ്? അത് വളരെ പ്രധാനമായ ഒരു പോയിന്റാണ്. മനുഷ്യർ വ്യത്യസ്തരാണോ? വ്യത്യസ്ത അച്ഛനമ്മമാരുടെ മക്കളായി ഇവിടെ ജീവിക്കുന്നവരുടെ അടിസ്ഥാനം എന്താണ്? തറവാടെന്താണ്? വ്യത്യസ്തമാണോ? വിശുദ്ധ ഖുർആൻ 20-ലധികം തവണ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് കാര്യം പറയുന്നത്. മനുഷ്യരെ വിളിക്കുക. ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, വൈശ്യരെ, പറയരെ, പുലയരെ, പാശ്ചാത്യരെ, പൗരസ്യരെ, അറബികളെ, അനറബികളെ എന്നൊന്നും ഖുർആൻ വിളിച്ചില്ല. ഖാമിദിയ ഗോത്രക്കാരെ, ഖുറൈശികളെ
എന്നൊന്നുമുള്ള സെപ്പറേറ്റ് ആളുകളെ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ, സർവ്വരാജ്യ മുതലാളിമാരെ സംഘടിക്കൂ എന്നൊന്നും പറയുന്ന പോലുള്ള വാക്കുകളല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൽ 20-ലധികം തവണ പറഞ്ഞ വാചകം എന്താണ്? യാ അയ്യുഹന്നാസ്, അന്നാസ്. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ അധ്യായം അന്നാസ്, മനുഷ്യർ എന്നാണ് അധ്യായത്തിന്റെ പേര്. മനുഷ്യർ 714 കോടി മനുഷ്യരെയും വിളിച്ച് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മുടെ വിശിഷ്ടാതിഥികൾ, അവർ പ്രതിദാനം ചെയ്യുന്ന ആദർശ പ്രസ്ഥാനങ്ങൾ എല്ലാം ആരാണ്? ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. നമ്മുടെ തറവാട് ഒറ്റ തറവാടായിരുന്നു, ആദം ഹവ്വ ദമ്പതികളുടെ തറവാട്. ആദം ഹവ്വ ദമ്പതികളിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായത് എന്നത് ഒരു പ്രസംഗത്തിന് വേണ്ടി പറയുന്ന ഭംഗി വാക്കല്ല. വിശുദ്ധ ഖുർആൻ അരക്കെട്ടുറപ്പിച്ച് മുസ്ലിങ്ങളെ പഠിപ്പിച്ച വാചകം അതാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ ലോകത്തെ 714 കോടി മനുഷ്യരും. ഇവിടെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും എല്ലാം അതാണ്. ആ മനുഷ്യരെ വ്യത്യസ്തരാക്കി, അവരിൽ ജാതീയത തിരിച്ചു, അവരെ വ്യത്യസ്തമാക്കി തിരിച്ചു. വമ്പിച്ച പങ്കാളിത്തം, അതിൽ പൗരോഹിത്യം വഹിച്ചു. സവർണ മേധാവിത്വം ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപമായി തീർന്ന അവിടെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പ്രവാചകന്റെ കാലം ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നവർക്കിടയിൽ, ഗോത്ര മഹിമകൾ ഉണ്ടായിരുന്നവർക്കിടയിൽ വെളുത്ത ശരീരക്കാരനും കറുത്ത ശരീരക്കാരനും ഉണ്ടായിരുന്നു. ഇപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണപരിയൻ ഭരണകൂടം ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകൽ തൂക്കിക്കൊന്നു. എന്തിന്? കറുത്തുപോയി എന്നതിന്റെ പേരിൽ, കറുത്തവരുടെ നേതാവായി എന്നതിന്റെ പേരിൽ. നെൽസൺ മണ്ടേല മരിച്ചിട്ടില്ലല്ലോ. നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്നത് നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥമാണ്. നോ ഈസി വാക്ക് ടു ഫ്രീഡം. അദ്ദേഹം പറഞ്ഞു, 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് എന്റെ തൊലി കറുത്തുപോയതിന്റെ പേരിലാണ്. വ്യഭിചരിച്ചിട്ടല്ല, രാജ്യദ്രോഹം ചെയ്തിട്ടല്ല, വേറെ ഏതെങ്കിലും ഒന്നിന്റെ പേരിലല്ല, തൊലി കറുത്തുപോയതിന്റെ പേരിലാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്ന് കുമാരനാശാന് പറയേണ്ടി വന്നത്. എന്തിനും ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ എന്ന് കുമാരനാശാന് പറയേണ്ടി വന്നത്. സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങിമറയലാം എന്ന് തിരിച്ചു പാടേണ്ടി വന്നതൊക്കെ ഈ പശ്ചാത്തലത്തിലാണ്. അവിടെയാണ് പ്രവാചക തിരുമേനി വന്നു. ആ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ആദമാണ്, ഹവ്വയാണ് നിങ്ങളുടെ മാതാവ്, അവരുടെ മക്കളാ നിങ്ങൾ, നിങ്ങളുടെ ദൈവം മേഘനാണ്. ഏത് നാടൻ മനുഷ്യനോടുള്ള നേർക്ക് നേരെ. ബാന്ധവ മാനവ സർവേ സുദേശോ ഭുവനത്രയം, ലോകമാണ് തറവാട്. പാകിസ്ഥാനും അമേരിക്കയും റഷ്യയും റൊഡേഷ്യയും എല്ലാം ഉൾക്കൊള്ളുന്ന, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾക്കൊള്ളുന്ന, ബഹ്റൈനും ഒമാനും യമൻ എല്ലാം ഉൾക്കൊള്ളുന്ന, സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും ഉൾക്കൊള്ളുന്ന, റഷ്യയും അതുപോലെ തന്നെ പരാഗ്വേ ഉൾക്കൊള്ളുന്ന, ജോർജിയ ഉൾക്കൊള്ളുന്ന, അതുപോലെ വത്തിക്കാൻ ഉൾക്കൊള്ളുന്ന ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിങ്ങൾ ഒരു തറവാട്ടിലെ അംഗങ്ങളാകുന്നു എന്ന് പറയുന്നിടത്താണ് മാനവ സൗഹാർദ്ദത്തിന്റെ തുടക്കമാകുന്നത്. മനുഷ്യരെ വ്യത്യസ്ത കക്ഷികളാക്കി തിരിച്ച് വ്യത്യസ്ത ദൈവങ്ങളുടെ പേരിൽ ഓരോരുത്തരും, ഇതെന്റെ ദൈവം, ഇത് നിന്റെ ദൈവം, ഇതെന്റെ ക്ഷേത്രം, അത് നിന്റെ ആരാധനാലയം, ഇതെന്റേത്, ഞങ്ങളുടേത് വലുത്, ഞങ്ങളുടേത് ചെറുത് എന്നതിൽ നിന്ന് ആരംഭിക്കുന്നു മനുഷ്യന്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് പ്രശ്നമുണ്ട് ഇവിടെ. ആ പ്രശ്നത്തെ സമഗ്രമായി പഠിച്ച് സമഗ്രമായ പരിഹാര നിർദ്ദേശമാണ് ഈ വിഷയാവതരണത്തിലൂടെ ഈയുള്ളവന്റെ എളിയ ശ്രമത്തിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആദമിന്റെ മക്കളായി ലോകത്തിവിടെ മനുഷ്യർ ജനിച്ചു. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, വിശുദ്ധ ഖുർആൻ പറയാൻ, നിങ്ങളുടെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാ. ദൈവത്തിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയനാരാ? ബ്രാഹ്മണനാണെന്നല്ല, ക്ഷത്രിയനാണെന്നല്ല. നേരത്തെ വിജയമാഷ് ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ജാതീയത ഉണ്ടാക്കിയ ദുരന്തം. ആ ജാതീയതയിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ, ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ. ഏതാണ് ജാതി? മനുഷ്യജാതിയാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ. നമ്മുടെ മനസ്സിൽ ഏതാ ഉള്ളത്? ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 3-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 9-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 73-ാമത്തെ വചനം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഉടനീളം മാനവകുലത്തെ ഒന്നിച്ച് കാണുന്നു എന്നുള്ളതാണ് ഖുർആനിന്റെ പ്രത്യേകത. ഖുർആനിൽ ഒരിടത്തും, അതാണ് ഏറ്റവും രസകരമായ. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായം, ആ 82-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം എന്താണെന്നറിയോ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബിറബ്ബിക്കൽ കരീം, അല്ലയോ മനുഷ്യരെ,
ഔദാര്യവാനായ പ്രപഞ്ചനാഥന്റെ കാര്യത്തിൽ നിന്ന് വഞ്ചിച്ച ഘടകം എന്താണ്? ഔദാര്യവാനായ പ്രപഞ്ചനാഥൻ, ഈ ലോകത്തിന്റെ തമ്പുരാൻ, അവനിൽ നിന്ന് വഞ്ചിച്ച ഘടകം എന്താണ്? ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക്. നിങ്ങൾക്ക് കറുപ്പും വെളുപ്പും നൽകിയത് ഈശ്വരനാണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കരുത്. ദക്ഷിണാഫ്രിക്കയിലെ ചർച്ചുകളിൽ പോലും ഇന്ന് വെളുത്ത വർഗക്കാരനും കറുത്ത വർഗക്കാരനും സെപ്പറേറ്റ് ചർച്ചുകൾ നിലനിൽക്കുകയാണ്. അവിടെയാണ് ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, ഭഗവാന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയനും, ഭഗവാന്റെ തുടകളിൽ നിന്ന് വൈശ്യനും, ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രനും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന സവർണ മേധാവിത്വം മനുഷ്യനും ഉച്ചനീചത്വം ഉണ്ടാക്കി. മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ വചനത്തിൽ പറയുന്ന ഭഗവാന്റെ മുഖത്ത് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന ഉച്ചനീചത്വത്തിന്റെ വാചകങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്നാണ് നമ്മൾ പറയുന്നത്. വേദഗ്രന്ഥത്തിൻ്റെതല്ല. വേദഗ്രന്ഥം പറഞ്ഞത് ബാന്ധവ മാനവ സർവേ സ്വദേശോ ഭുവനത്രയം എന്നുള്ളതാണ്. ലോകം മുഴുവനും തറവാടാണ്. മനുഷ്യരുടെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഇവിടെ പങ്കെടുത്ത അതിഥികളും നമ്മളുമൊക്കെ ആരാണ്? ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് എന്നാണ്. വിശുദ്ധ പ്രവാചക തിരുമേനി 1-ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം മക്കയിൽ മേഘനാക്കാർത്ത് നടത്തിയ പ്രവാചകൻ പറഞ്ഞ വാചകം എന്താ? പ്രവാചകൻ പറഞ്ഞ വാചകം, നിങ്ങളുടെ പിതാവ് ആദം മണ്ണിൽ നിന്ന്, നിങ്ങൾ ആദമിൽ നിന്ന്. ഇന്ന റബ്ബുക്കും വാഹിദ് ഇന്ന ആബാക്കും വാഹിദ്. നിങ്ങളുടെ സിട്ടാവ് ഏകനാണ് നിങ്ങളുടെ സിട്ടാവ്. എന്തൊരു സുന്ദരമായ ആശയമാണിത്. ലോകത്ത് നിങ്ങൾ നോക്ക്, രസകരമായ ഒരു പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സൃഷ്ടാവ് എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഗൗരവമായ പഠനമാണ് ആ രംഗത്ത് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. സൂര്യനെ സൃഷ്ടിച്ചവനാരാണ്? ചന്ദ്രനെ സൃഷ്ടിച്ചവനാരാണ്? നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാരാണ്? ഗോളങ്ങളെ സൃഷ്ടിച്ചവനാരാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണ്? ഈ കൃമികീടങ്ങളെ സൃഷ്ടിച്ചവനാരാണ്? ജന്തുക്കളെ സൃഷ്ടിച്ചവനാരാണ്? അവനെയാണ് ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് നമ്മൾ പറയുന്നത്. എല്ലാ ജീവജാലങ്ങളെയും, എല്ലാ കൃമികീടങ്ങളെയും, എല്ലാറ്റിനെയും പടച്ച ലോകത്തിന്റെ സർവശക്തനായ നാഥൻ. ആ നാഥനാണ് ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ആശയങ്ങളും പഠിപ്പിച്ചു തന്നതും അവൻ ആവശ്യമായ ഭൗതിക കാര്യങ്ങൾ ഒരുക്കി വെച്ച പോലെ തന്നെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളായി വേദഗ്രന്ഥങ്ങളെ പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചു. അതാണ് വേദത്തിലെ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. ഞാൻ നിങ്ങളോട് ശങ്കരാചാര്യർ, അതുപോലെ തന്നെ മാധ്വാചാര്യൻ, വിശിഷ്ടാദ്വൈതം, അതിന്റെ ആചാര്യനായ രാമാനുജൻ തുടങ്ങി ഒരുപാട് ആളുകൾ, തർക്കങ്ങളുണ്ടായി, വിതർക്കങ്ങളുണ്ടായി, വാദപ്രതിവാദങ്ങളുണ്ടായി. കണാദമുനിയുടെ വൈശേഷികം, അതുപോലെ തന്നെ ചാർവാകമതം നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു. അഭിപ്രായ ഭിന്നതകളും ചർച്ചകളും സ്നേഹസംവാദങ്ങളും എന്നും ഈ നാടിന്റെ പൈതൃകമായിരുന്നു. ഈ നാട് സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പല ആദർശങ്ങളും ആശയങ്ങളും. അവിടെയാണ് നമുക്കറിയാം ആര്യ സമാജത്തിന്റെ സ്ഥാപകനായി സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ 2 ചോദ്യങ്ങൾ വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് വരേണ്ടതാണ്. ചോദ്യം നമ്പർ 1 ഇതാണ്: വേദങ്ങളിൽ അനേക ഈശ്വരന്മാരുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ? വേദങ്ങളിൽ അനേക ഈശ്വരന്മാരെ കുറിച്ച് ചർച്ചയുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഉത്തരമാണ്. അംഗീകരിക്കുന്നില്ല. 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഈശ്വരനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ചതുർവേദത്തിൽ ഏകദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം വേറെ, സൃഷ്ടി വേറെ എന്ന് തന്നെയാണ് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട കാര്യമാണ്. അതിൽ നിന്ന് അട്ടിമറിച്ച് ഹൈജാക്ക് ചെയ്ത് മതത്തിന്റെ ബേസിക് നിയമത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ചു കൊണ്ടുപോയി ആർക്കും തിരിയാത്തൊരു തത്വത്തിലേക്കാണ് സെന്നവസ് പേർഷ്യയിൽ നിന്ന്, ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന അനൽ ഹക്ക് അൻതൽ ഹക്ക് എന്ന സിദ്ധാന്തം. അനൽ ഹക്ക് അൻതൽ ഹക്ക്, അതിന് നമ്മളിവിടെ പറയുന്ന കാര്യം എന്താണ്? അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന കാര്യം. അതാണ് അനൽ ഹക്ക് അൻതൽ ഹക്ക് എന്ന സൂഫി ചിന്ത, കാടുകയറിയ ചിന്ത. ഞാനാണ് ദൈവം എന്ന് പറയാ, അപ്പൊ നീയോ ഞാനും ദൈവം എന്ന് പറയാ. ഈ തത്വം അവതരിപ്പിച്ചു. ദൈവവിശ്വാസം അട്ടിമറിക്കപ്പെട്ടു ലോകത്ത്. ഇത് വളരെ പ്രധാനമാണ്. അവിടെ ദൈവം വേറെ, സൃഷ്ടി വേറെ എന്നാണ് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട്. സിട്ടാവിന്റെ യാതൊരു ഗുണവും സൃഷ്ടിക്കില്ലേയില്ല. അതാണ് സിട്ടാവിന്റെ യാതൊരു കഴിവും, സിട്ടാവിന്റെ യാതൊരു ഗുണവും സൃഷ്ടിക്കില്ല. സൃഷ്ടിക്ക് സൃഷ്ടിയുടേതായ ഗുണം. മനുഷ്യൻ മനുഷ്യനാക്കാൻ, മനുഷ്യനെ ദൈവമാക്കാനല്ല, മനുഷ്യനെ മാലാകയാക്കാനല്ല,
മനുഷ്യനെ സാത്താനാക്കാനല്ല, മനുഷ്യനെ മനുഷ്യനാക്കാൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനന സ്വഭാവമുള്ളവനെ. ആ മനന സ്വഭാവമുള്ള മനുഷ്യനെ ആത്മാവ് നേരത്തെ പറഞ്ഞുവല്ലോ, തലച്ചോറിൽ തലയിലെ ആ ദ്വാരത്തെ പറ്റി പറഞ്ഞുവല്ലോ. അതിലൂടെ ദൈവത്തിങ്കൽ നിന്നുള്ള ആത്മാവിനെ മനുഷ്യരിലേക്ക് ഊതി. ആശ്ചര്യമത് എന്ന് വേദഗ്രന്ഥം പറയുന്ന, അല്ലെങ്കിൽ എന്ന ആ ആത്മാവ്, ആ ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ഈശ്വരനെ അറിയൂ. അവനാണ് ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. ആ ആത്മാവിനെ നന്നാക്കുക, ആ ആത്മാവിനെ കേടുവരുത്ത്. അങ്ങനെ രണ്ട് സംഭവമുള്ളത്. ആത്മാവ് നന്നാകണം, അതിനെന്ത് വേണം? നല്ല ചിന്തകൾ ഉണ്ടാവണം, നല്ല ആദർശങ്ങൾ ഉണ്ടാവണം, നല്ല വിശ്വാസങ്ങൾ ഉണ്ടാകണം, സമ്യക്കായ ചിന്തയുണ്ടാകണം, സമ്യക്ക് ധ്യാനമുണ്ടാകണം എന്ന് വേദഗ്രന്ഥങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചു. അതിലേക്ക് മനുഷ്യരെ തിരിച്ചു വിളിക്കാൻ. അവിടെയാണ് വേദങ്ങളിൽ അനേക ഈശ്വരന്മാരുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ എന്ന ചോദ്യത്തിനെ അംഗീകരിക്കുന്നില്ല. 4 വേദങ്ങളിലും ഏക ദൈവത്തെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയാൻ. രണ്ടാമത്തെ ചോദ്യം, വേദങ്ങളിൽ അനേകം ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിന്റെ താല്പര്യം എന്താണ്? പൃഥ്വിയും മുതലായവക്ക് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ദേവതകൾ എന്ന് പറഞ്ഞത്. ഉത്തരമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇവ ഈശ്വരനാണെന്നോ ഉപാസനായോഗ്യമാണെന്നോ അംഗീകരിച്ചിട്ടില്ല. ഈ മന്ത്രത്തിൽ തന്നെ ഏതൊരുവനിൽ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നുവോ അവനെ എത്രേ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും. ദേവൻ എന്ന് കേട്ടാൽ ഈശ്വരൻ എന്ന് ഗ്രഹിക്കുന്നത് തെറ്റാണ്. ദേവന്മാരുടെ കൂടി ദേവനായ സർവേശ്വരനെ മഹാദേവൻ എന്നാണ് പറയുന്നത്. അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ. ഞാൻ പറഞ്ഞുവല്ലോ, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വാക്കുകളാണ്. സകല ലോകങ്ങളുടെയും സൃഷ്ടിസ്തുതി സംഹാരം നടത്തുന്നവനും ന്യായാധീശനും അധിപതിയും ആ സർവേശ്വരൻ തന്നെയാണ്. ഇതാണ് ലൈറ്റ് ഓഫ് ട്രൂത്തിലെ 275-ാമത്തെയും 276-ാമത്തെ പേജിലും അദ്ദേഹം പറയുന്നത്. അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവ്വത്തിൽ നിങ്ങൾ വായിച്ചു നോക്കൂ. മനോഹരമായ വചനങ്ങൾ, 20-21 വചനങ്ങൾ, അതുപോലെ 14 മുതലുള്ള വചനങ്ങൾ. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ലോകത്തിന്റെ ഒരു സിട്ടാവിനെയാണ് പഠിപ്പിക്കുന്നത്. ആ സിട്ടാവിന്റെ അടിമകളാണ് മനുഷ്യർ എന്നാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത്. ആ സിട്ടാവിന്റെ അടിമകളായ മനുഷ്യർ ആ സിട്ടാവ് അവതരിപ്പിച്ച ജീവിത വ്യവസ്ഥ അവലംബിച്ച് ജീവിക്കുമ്പോൾ അവനൊരു നല്ല അയൽവാസിയാവും, അവനൊരു നല്ല ഭർത്താവാകും, അവനൊരു നല്ല മകനാകും, അവനൊരു നല്ല സാമൂഹിക പ്രവർത്തകനാകും. ഇതാണ് മതഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. വളച്ചുകെട്ടില്ല, ആർക്കും മനസ്സിലാകാത്ത വിധത്തിലുള്ള സംസാരമില്ല. നേർക്ക് നേരെ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കള്ളുകുടി അതുപോലെ പലിശ കൊടുക്കരുത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടരുത്, ബലാത്സംഗം ചെയ്യരുത്, വ്യഭിചാരത്തിൽ ഏർപ്പെടരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയാം. വളരെ വളരെ ലളിതമായ ഒരാശയം, വേദങ്ങൾ പഠിപ്പിച്ച ലളിതമായ ഒരാശയം. മഹാഭാരത യുദ്ധസമയത്ത് അർജുനൻ മാറി നിന്നു. വേണ്ടപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ, ദുര്യോധനൻ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, അങ്ങനെ ഏറ്റവും പ്രിയങ്കരായവർ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണൻ പറഞ്ഞതോ, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസ്യേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകമാണ്. അതിൽ പറയുന്നത്, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ നായയാകുമെന്നല്ല, അടുത്ത ജന്മത്തിൽ പന്നിയാകുമെന്നല്ല, അടുത്ത ജന്മത്തിൽ വേറെ എന്തെങ്കിലും ആകുമെന്നല്ല, നീ സ്വർഗത്തിൽ പോകും. ഹദോവ പ്രാപ്സസി സ്വർഗം, ഹദോവ പ്രാപ്സസി സ്വർഗം, സ്വർഗത്തിൽ പോകും. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിരസാണ് സ്വർഗം എന്ന് വന്നാൽ പിന്നെ എന്താ അതിന്റെ അർത്ഥം? എന്താ? എനിക്ക് മനസ്സിലാത്തോണ്ടാണ് ചോദിക്കണം, എന്താ പിന്നെ അതിന്റെ അർത്ഥം? നീ സ്വർഗത്തിൽ പോകും എന്ന് അർജുനനോട് പറഞ്ഞാൽ അർജുനന്റെ തലയിലേക്ക് ചുരുങ്ങുന്നോ? എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാൻ പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത് അതാണ് ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിന്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തത്തിൽ 1-ാമത്തെ ഋക്കിൽ പറഞ്ഞത്, ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സഥാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്വൈ ദേവായ ഹവിഷാഭിദേമാം എന്ന് പറയുന്നത് അവിടെ സ്വർഗവും ഭൂമിയും അതത് സ്ഥാനങ്ങളിൽ അവൻ സ്ഥാപിച്ചു എന്നാണ്. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത്, നരകം എന്ന് പറയുന്നത് വേദം കൃത്യമായി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം
യോഹന്നാന്റെ സുവിശേഷം അതിലൊക്കെ പറഞ്ഞു, നിന്റെ കണ്ണ് തെറ്റ് ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. നിന്റെ വലത് കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ വലത് കൈ ഛേദിച്ചു കളയുക. വികലാംഗനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ സ്വർഗത്തിൽ പോകലല്ലയോ നല്ലത്? അന്തം തമ്മഹ പ്രവിശംതിയെ സംപൂത്യമുപാസത്തെ തദോബൂയ ഇബദേ യഹു സംപൂദ്യാമൃതഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. അതിൽ പറയുന്നത് ദൈവേതര ശക്തികളെ ആരാധിച്ചാൽ, അതായത് ദൈവത്തിന്റെ സൃഷ്ടിയായ സൂര്യനാവാം, ചന്ദ്രനാവാം, നക്ഷത്രങ്ങളാവാം, അതല്ലെങ്കിൽ പശുവാവാം, പാമ്പാവാം, ആരാവാം, എന്തിനെ നിങ്ങൾ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്തിലാണ് നിങ്ങൾ എത്തുക. വിശുദ്ധ ഖുർആനും പറഞ്ഞു ഇത്, ബൈബിളും പറഞ്ഞു ഇത്. സൃഷ്ടികളെ ആരാധിച്ചാൽ നരകത്തിലെത്തും. സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ സൃഷ്ടാവിനെ ആരാധിക്കുന്ന മനുഷ്യലോകം, അതാണ് മനുഷ്യലോകത്തിന് ഒന്നാകാനുള്ള ഒരു വഴി. ഇത് ആരുടെ മേലും അടിച്ചേൽപ്പിക്കുകയല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദർശനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദർശനം. ക്ലിയർ ആണത്. പക്ഷെ വസ്തുത ഇതാണ്, ഒറ്റ ദൈവം, ഒരൊറ്റ ജനത. അപ്പോഴാ മനുഷ്യർ ഐക്യപ്പെടുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, ബാർബറായിരുന്ന പ്രവാചകന്റെ മദീനയിലെ ഒരു ബാർബറെ പ്രവാചകൻ പൊതുസദസ് കൊണ്ടുവന്നു. ഖുറൈശികൾ, ഏറ്റവും വലിയ പ്രമാണിമാർ, വെളുത്ത വർഗക്കാർ, ആ കാലഘട്ടത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം, ആ വെളുത്തു തുടുത്ത ഖുറൈശി പ്രമാണികളിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ കൊണ്ടുവന്ന് ഈ ബാർബറെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാകണം ലോകത്ത്. വളരെ കൃത്യമാണത്. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്ര നില ജീവിച്ചിട്ടുള്ള ഒരാളാണ് പ്രവാചകൻ. ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാരണ സമുന്നിത മഹാമത് ഇതിക്യാത ശിഷ്യശാഖ സമുന്നിതം എന്ന് ഭവിഷ്യൽ പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ കരുണാവാൻ നബി മണിമുക്തി രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ പ്രവാചകൻ പറഞ്ഞത്, ഈ ബാർബറെ കൊണ്ട് ഖുറൈശി പ്രമാണിയിലെ സുന്ദരിയായ പെണ്ണിന് വിവാഹം കഴിപ്പിച്ചത് ബാർബർക്ക് ബാർബറെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന നിങ്ങളുടെ ചിന്ത അതൊരിക്കലും ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ് പറഞ്ഞത്. അബ്ദുറഹ്മാൻ ബിൽഗേറ്റ്സിനെ പോലെ, ടാറ്റാ ബിർളയെ പോലെ, അതായത് അവരുടെ സാമ്പത്തിക ആസ്തി, അതുപോലെയുള്ള സാമ്പത്തിക ആസ്തിയുള്ള ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന ഉന്നത കുലജാതൻ, കോടീശ്വരൻ. അദ്ദേഹത്തിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചതാര? കറുത്ത വർഗക്കാരനായ, അടിമയായ, ഹൈറ്റ് കുറഞ്ഞ ബിലാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ എത്യോപ്യക്കാരനായ കറുത്ത മനുഷ്യനായി. അങ്ങനെ കല്യാണം കഴിപ്പിച്ച എന്തിനാ? സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാകാൻ. മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയെ ഇസ്ലാം പ്രത്യേകമായി കണ്ടു. നിറവും ജാതിയുമല്ല ഇസ്ലാം. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, ഒരു അച്ഛന്റെ അമ്മയുടെ മക്കൾ, നിങ്ങൾ ഒരു സിട്ടാവിന്റെ അടിമകൾ, അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. വ്യക്തമായി മനുഷ്യന്റെ മൂല്യം പഠിപ്പിച്ചു കൊടുത്തു. തീർന്നില്ല. കറുത്ത ബിലാലും വെളുത്ത സൽമാനുൽ ഫാരിസിയും, വെളുത്ത വർഗക്കാരനായ പേർഷ്യക്കാരനായ സൽമാൻ, ആ സൽമാനെയും ബിലാലിനെയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. ശൂദ്രൻ വിളമ്പിയ പാത്രത്തിലെ ഭക്ഷണം ഇവിടുത്തെ ബ്രാഹ്മണന് കഴിക്കാൻ പാടുണ്ടായിരുന്നോ? പാടുണ്ടായിരുന്നില്ല. അലക്കുകാരന്റെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടായിരുന്നോ? ചില ഭക്ഷണം കാഷ്ടമാണെന്നാ പറഞ്ഞു. ചില വിഭാഗത്തിന്റെ ഭക്ഷണം ബ്രാഹ്മണന് കാഷ്ടം പോലെയാണ് എന്ന്. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയി അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏറ്റവും താഴേക്കിടയിലുള്ളവന്റെ കഴുത്തിൽ തുപ്പാൻ വേണ്ടി തുപ്പൽ പാത്രം വെച്ച് കെട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അരയിൽ ചൂല് കെട്ടിയ ഒരു കാലം. കാരണം ഒരു സ്റ്റെപ്പ് വെച്ചാൽ അത് അടിച്ചു തൂത്തുവാരുന്ന ഒരു ഘട്ടം. അതിലാണ് ഏറ്റവും അത്ഭുതം ഇസ്ലാമിന്റെ എന്താ, അബ്രഹാം പ്രവാചകൻ, നേരത്തെ ഫാദറോടെ പറഞ്ഞു, ആ അബ്രഹാം പ്രവാചകൻ കല്യാണം കഴിച്ച പെണ്ണ് ഒരു അടിമയായിരുന്നു. ഹാജറ ബീവി, കറുത്ത ഒരു പെണ്ണ്, കേവലം ഒരു അടിമ, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കുടുംബത്തിലെ മെമ്പർ. ആ ഹാജറ ബീവി സഫായുടെയും മർവായുടെയും ഇടയിൽ നടന്നു ഓടി. ഇന്നും ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകളിൽ ഒന്നെന്താ, ആ കറുത്ത പെണ്ണ് കാല് വെച്ചെടുത്ത് ചെരുപ്പ് ധരിക്കാതെ, കാല് ധരിക്കാത്ത ഒരാൾക്കും ഹജ്ജില്ല. ഏത് കോടീശ്വരപുത്രനും ഏത് വെളുത്തവനും ആ കറുത്ത ഹാജറ വെച്ച കാലടികളിൽ കാല് വെക്കണം. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനം ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള ശബ്ദം. അപ്പൊ ഹജ്ജ് വേള നടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഭരണ കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യ ഉമറിനെ പോലെയുള്ളവളെ ഭരിക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. വെറുതെയല്ല. ഉമറിന്റെ ഭരണകാലഘട്ടം ഒരു രാജാവ് ഹജ്ജിന് വന്നു. അദ്ദേഹത്തെ ഒരു താഴേക്കടയിലുള്ള സാധാരണക്കാരെ ചവിട്ടിപ്പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കരണക്കുട്ടിക്കടിച്ചു ഈ രാജാവ്. ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ സദസ്സിലെത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഈ രാജാവിനെയും കൊണ്ടുവന്നു, ഈ സാധാരണക്കാരനെയും കൊണ്ടുവന്നു. സാധാരണക്കാരനോട് പറഞ്ഞു, നിന്റെ മുഖത്ത് എത്ര കനത്തിലാണോ അടിച്ചത്, ആ കനത്തിൽ തിരിച്ച് രാജാവിന്റെ കവിളിലടിക്കാൻ പറഞ്ഞു. അങ്ങനെ നീതി നടപ്പാക്കി അവരെ തിരിച്ചുവിട്ടു ഇസ്ലാം. ഇത് ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊരു കഥയല്ല, ഇതൊരു ഭാവനയല്ല, ഇതൊരു ഊഹമല്ല.
ഇതൊരു കവിയുടെ ഭാവനയിൽ രൂപം കൊണ്ടൊരു ആശയമല്ല. ലോകത്ത് വന്ന് ആമിനയുടെ അബ്ദുള്ളയും മകനായി ജീവിച്ചൊരു മനുഷ്യൻ ലോകത്തുണ്ടാക്കിയ മാറ്റാണ്. ഇനി ബിലാൽ എന്ന് പറയുന്ന കറുത്ത മനുഷ്യൻ, ആ ബിലാലിന് അബൂദർ എന്ന് പറയുന്ന പ്രവാചകന്റെ മറ്റൊരു അനുചരൻ ദേഷ്യം പിടിച്ചവർ തമ്മിൽ കലാപമുണ്ടായി, വാക്കേറ്റമുണ്ടായി. അതിനിടയിൽ എടാ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. ബിലാൽ പൊട്ടിക്കരഞ്ഞു. പ്രവാചക സന്നിധിയിൽ വന്ന് പറഞ്ഞു, അബൂദർ എന്നെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചിരിക്കുന്നു. വേണമെങ്കിൽ പ്രവാചകന് ചോദിക്കാമായിരുന്നു, ബിലാൽ നീ കറുത്തതല്ലേ, നിന്റെ അമ്മയും കറുപ്പല്ലേ, നിന്നെ വിളിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ പ്രവാചകൻ ചോദിച്ചില്ല. കാരണം കറുപ്പും വെളുപ്പും ദൈവം നിശ്ചയിക്കുന്നതാണ്. ഓരോരുത്തരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നിലനിൽക്കുന്നത്. ആ ജീവിതം അതും ഒരു പരീക്ഷണമായി തന്നെയാണ് ദൈവം നിശ്ചയിച്ചത്. അതുകൊണ്ട് അതിനെ ആക്ഷേപിച്ച അബൂദറിനെ വിളിച്ചു വരുത്തി പ്രവാചകൻ. എന്നിട്ട് ചോദിച്ചു, നീ ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചോ? അതേ പ്രവാചകനെ. അന്ന് പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അബൂദർ, താങ്കൾ പൂർണ്ണ മുസ്ലിം ആയിട്ടില്ല, താങ്കളിൽ വിജ്ഞാനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, അജ്ഞാന കാലഘട്ടത്തിലെ വിവരക്കേട് താങ്കൾക്ക് ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഒരു കറുത്ത മനുഷ്യനെ കറുത്തവനെ എന്ന് വിളിക്കാത്ത വിധം മനസ്സ് പാകപ്പെടുന്നിടത്തേക്ക് ഒരുത്തനെത്തുമ്പോ സമ്പൂർണ്ണ മുസ്ലിമാവെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? ഉച്ചനീചത്വങ്ങൾ തെല്ലും പഠിപ്പിക്കാത്ത ദൈവിക ദർശനമായിരുന്നു ഇസ്ലാം. ഇനി ഇസ്ലാം എന്ന പദം ലോകത്ത് വേറെ ഏത് മതങ്ങൾ എടുത്തു നോക്ക്, ഒന്നെങ്കിൽ ഭൂമിശാസ്ത്രപരമാണ്, അല്ലെങ്കിൽ വ്യക്തിയുടെ പേരിലാണ്, അല്ലെങ്കിൽ ഗോത്രത്തിന്റെ പേരിലാണ്. ഇസ്ലാമോ സിൽമി എന്ന അറബി പദത്തിൽ നിന്നാണ് ഉണ്ടായത്. സമർപ്പണം, സമാധാനം, ദൈവത്തിലുള്ള സമർപ്പണം ഇസ്ലാമിന്റെ വല്ലാത്തൊരു തത്വമാണ്. കറുത്തവനോ നോക്കൂ, കാബത്തിൽ ബാങ്ക് വിളി കൊടുത്തത് ആദ്യമാരാ? ബിലാലാണ്. പ്രവാചകന്റെ ഷോൾഡറിൽ ചവിട്ടിയിട്ടാണ് കാബത്തിങ്കിലേക്ക് കയറിയത്. അതായത് വെളുത്തു തുടുത്ത ഖുറൈശി പ്രമാണികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകന്റെ ഷോൾഡറിൽ കറുത്ത വർഗക്കാരനായ എത്യോപ്യക്കാരനായ അടിമ അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് ചവിട്ടിക്കേറിയാണ് കാബത്തിങ്കൽ കയറി ബാങ്ക് കൊടുത്തത്. ഉച്ചനീചത്വങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇസ്ലാമിൽ. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കണം, ബാർബറുകാരന്റെ കുടുംബത്തിലെ പെണ്ണിനെ അല്ല, അത് ഇസ്ലാം അല്ല. മനുഷ്യനെ മനുഷ്യനായി കാണാത്ത മതമല്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചതാണ്. നിങ്ങൾ നോക്ക്, 250 രാജ്യങ്ങളിൽ നിന്നാണ് ഹജ്ജിന് ആളുകൾ വരുന്നത്. ഈ ടേമിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 25 ലക്ഷം, അനൌദ്യോഗികമനുസരിച്ച് 35ഓളം ലക്ഷം ആളുകൾ ഹജ്ജിന് പങ്കെടുത്തു. ഒരേ വേഷത്തിൽ രാജാവ് പ്രജാനിൽ ഒരു വെള്ളത്തുണി, ഇതുപോലെ ഞാൻ ഉടുത്ത പോലെ ഒരു വെള്ളത്തുണി, ഇതുപോലൊരു വെള്ളത്തുണി ഷോൾഡറിലും. അതാണ് ഇസ്ലാമിന്റെ ഹജ്ജിന്റെ പുരുഷന്റെ വേഷം. രാജാവിന്റെ വേഷം പാടില്ല, കിരീടം പാടില്ല, തലമറക്കാൻ പാടില്ല, ചെരുപ്പ് ധരിക്കാൻ, മടമ്പ് മറയുന്ന ചെരുപ്പ് ഷൂം ധരിക്കാൻ പാടില്ല. എന്നിട്ട് ഒന്നിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ദൈവസന്നിധിയിൽ വരുന്ന അപൂർവ നിമിഷങ്ങളാണ് ഹജ്ജിന്റെ നിമിഷം എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം പടച്ചോൻ അവതരിപ്പിച്ച മതാണ്. നമ്മുടെ ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ, ഇവിടുത്തെ ശാസ്ത്രകാരനെയും ഫാദറിനെയും നമ്മുടെ ബഹുമാന്യനായ ക്ഷേത്രാങ്കണങ്ങളിൽ പ്രസംഗിക്കുന്ന നമ്മുടെ വിജയമാഷ് അടക്കമുള്ള എല്ലാവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ആ ലോകത്തിന്റെ നാഥനാണ് ഈ മനുഷ്യരെ. നേരത്തെ ഇവിടെ അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുള്ള വാചകങ്ങൾ. ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? എനിക്ക് അത്ഭുതത്തോടു കൂടി പറയാൻ കഴിയും, ലോകത്ത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, മനുഷ്യരെ തമ്മിൽ തല്ലിക്കാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഖുർആനിൽ 5-ാം അധ്യായം 32-ാമത്തെ വചനം പഠിക്കേണ്ടതാണെന്ന് ഞാൻ പറയും. തെൽമൂദ് എന്ന് പറഞ്ഞ ഒരു വേദഗ്രന്ഥമുണ്ട് ജൂതന്മാരുടെ കൈകളിൽ. ആ തെൽമൂദിൽ ഒരു വാചകം എന്താണെന്നറിയോ? അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെയെന്നാണ്. അതാ വർഗീയത. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ, അതാ വർഗീയത. നേരെ മറിച്ച് ഖുർആനിലെ വാചകമോ, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ. കണ്ടോ എത്ര വിശാലമാണ്. അകാരണമായ ഒരു മനുഷ്യൻ, കണ്ടോ, ജൂതൻ എന്ന ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് അകാരണമായ ഒരു മനുഷ്യൻ. അപ്പൊ ലോകത്തിന്റെ ഏത് കോണിലെ ഏത് ജാതിയാവട്ടെ, മതാവട്ടെ, എന്തു ആവട്ടെ, അവരിൽ ഒരു മനുഷ്യരെയും അകാരണമായി കൊന്നാൽ പിന്നെന്താ ഖുർആൻ പറയുന്നത്? ഫകഅന്നമാ ഖതലന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. വല്ലാത്തൊരു വാക്കാണ്. അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള 714 കോടി മനുഷ്യരെയും കൊന്ന പാപിയാണോന്. അത്ര വലിയ കുറ്റകൃത്യമാണ് അകാരണമായ ഒരു മനുഷ്യനെ. മൊഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ബോംബിട്ടിട്ട് നിരപരാധികളെ കൊന്നിട്ട് നസീർ എന്ന് പേരിട്ടാൽ ഓ മുസ്ലിം ആവൂല, ഓന്റെ താടി ഇസ്ലാമിന്റേതാവില്ല, ഓന്റെ തൊപ്പി ഇസ്ലാമിന്റേതാവില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞതിന്റെ അർത്ഥം. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന റെയിൽവേ സ്റ്റേഷൻ, കൊണാട്ട് പ്ലേസ്,
ഹൈദരാബാദിലെ സ്ഥലം, അതുപോലെ ഒബ്രോൾ നഗരം, അവിടൊക്കെ നിരപരാധികളായ മനുഷ്യരെ ബോംബ് വെച്ച് കൊല്ലുന്നവൻ ആരാണെങ്കിലും അത് മനുഷ്യത്വമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഖുർആൻ 5:32. വേറെ ഏത് വേദഗ്രന്ഥത്തിൽ ഇതിന് തുല്യമായ ഒരു വാചകമുണ്ട്? അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, CPM എന്നൊന്നും പറഞ്ഞില്ല. വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ, ശിവസേന ഒന്നും പറഞ്ഞില്ല. അകാരണമായ ഒരു മനുഷ്യനാണോ അവന്റെ ജാതി മതവും പറഞ്ഞില്ല, നാടും ലോകവും പറഞ്ഞില്ല. അകാരണമായ ഒരു മനുഷ്യനെ കൊല്ലരുത്. നിരപരാധികൾ നിൽക്കുന്നിടത്ത് പനോലപ്പടക്കം പോലും പൊട്ടാൻ പാടില്ല ഇസ്ലാമിൽ. എന്നിട്ടല്ലേ ബോംബ് പൊട്ടല്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ആരാ ബോംബ് കൊണ്ടുപോയി തുപ്പിയത്? ആരാ? ട്രൂമാൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ നേതൃത്വത്തിലായിരുന്നു അത്. അതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ ക്രിസ്ത്യൻ ഭീകരവാദി എന്ന് ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ജോർജ് W. ബുഷ്, മനുഷ്യ ചരിത്രം കണ്ടതിൽ ഏറ്റവും വലിയ രക്തരാക്ഷസൻ, ലോകം ഇന്ന് വരെ ക്രിസ്ത്യൻ ഭീകരവാദിയായ ജോർജ് W. ബുഷ് എന്തുകൊണ്ട് വിളിച്ചില്ല? നേരെ മറിച്ച് ഒരു മുസ്ലിമിന്റെ പടക്കം ഉണ്ടാക്കുന്നതിനിടെ പൊട്ടിയല്ലോ ഇന്റർനാഷണൽ ഭീകരവാദി, അന്താരാഷ്ട്ര ഭീകരവാദി. മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനൊരു ഭീകരവാദി ഇല്ല എന്നായിരിക്കും പിറ്റേത്തെ മാതൃഭൂമിയിൽ ഉണ്ടാവുക, മലയാള മനോരമയിൽ ഉണ്ടാവുക, മാധ്യമങ്ങളിൽ ഉണ്ടാവുക. അല്ലെ? എന്താ? ഏതൊരു സമൂഹത്തോടുമുള്ള ഈർഷ്യത, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇസ്ലാം ഒരിക്കലും ഒരു മനുഷ്യനല്ല. അപ്പൊ നിങ്ങൾക്കറിയാലോ, പ്രവാചകനും അനുചരന്മാരും ഒരു കുന്നിൻതായി വരയിൽ ടെന്റ് കെട്ടി താമസിക്കാൻ തുടങ്ങുകയാണ്. നല്ല തണുപ്പുള്ള രാത്രി. അവർ കുറച്ച് വിറക് ശേഖരിച്ച് കത്തിച്ചു വെച്ചു. ഓടി വന്നു പ്രവാചകൻ. അതിന്റെ പരിസരം പരിശോധിച്ചപ്പോ ഉറുമ്പുകൾ ചാലിട്ട് ഇങ്ങനെ ഒഴുകുന്നു. പ്രവാചകൻ, ആരാ ഇത്? ഇവിടെ അഗ്നി ഇട്ടത്, ഉടനെ വന്ന് അണയ്ക്കാൻ പറഞ്ഞു. ആ അഗ്നി അണപ്പിച്ച് ശാന്തതയായി ദൈവത്തെ സ്തുതിച്ചു ആ പ്രവാചകൻ. അൽഹംദുലില്ലാ, ഒരു ഉറുമ്പ് പോലും അഗ്നിക്കിരയായില്ലല്ലോ. അതാ പ്രവാചകൻ. പ്രവാചകന്റെ തട്ടം ഒരു സ്ഥലത്ത് ഉണങ്ങാൻ വേണ്ടി ആറിയിട്ടു അദ്ദേഹം. അതിലൊരു പൂച്ച ഉറങ്ങുകയായിരുന്നു. പ്രവാചകൻ ആ തട്ടമെടുക്കേണ്ടതുണ്ട്. പക്ഷെ പൂച്ചയുടെ ഉറക്കിന് ഭംഗം വരരുത് എന്ന് കരുതി ബാക്കിയുള്ള തട്ടത്തിന്റെ ഭാഗം കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്ത് പൂച്ചയുടെ ഉറക്കത്തിന് ഭംഗം വരുത്താതെ ആ പൂച്ചയെ, നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രവാചക വചനങ്ങളിൽ ഒന്ന് പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ പോയി എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ദാഹിച്ച നായക്ക് വെള്ളം കൊടുത്ത വൃത്തികെട്ടൊരു മനുഷ്യൻ സ്വർഗാവകാശിയായി തീർന്നു എന്ന് പഠിപ്പിക്കുക ഇസ്ലാം ചെയ്ത്. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പഠിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനവ മൈത്രിയുടെ ഏറ്റവും പ്രധാനമായ കാതൽ ഏകദൈവാരാധനയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. വേദഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ച, നേരത്തെ കേനോപനിഷത്തിലെ മനോഹരമായ ചില വചനങ്ങൾ മാസ്റ്റർ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അതേതാണ്? എന്നത് മലയാളീകരിച്ചുകൊണ്ട് മാസ്റ്റർ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. നീ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നതൊന്നും സാക്ഷാൽ ദൈവമല്ല. നിന്റെ കണ്ണിന് ദർശനം നൽകിയവനാരോ, നിന്റെ കണ്ണിന് കാഴ്ചാശേഷി നൽകിയവനാരോ, ഏതൊരു കണ്ണവനെ പ്രാപിക്കുന്നില്ലയോ അവനെ ബ്രഹ്മമെന്നറിഞ്ഞാലും. വിശുദ്ധ ഖുർആൻ ഈ കാര്യം മനോഹരമായി പറഞ്ഞു. സിട്ടാവ് വേറെ, സിട്ടി വേറെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്റെ രാകേഷ്, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാണ്. ഒരുപാട് കാലശേഷം ഞാൻ രാകേഷിനെ കാണുന്നത് യാദർശികമായ ഒരു കാഴ്ചയാണ്. രാകേഷിനോട് ഞാൻ എന്റെ പഴയകാല കാര്യങ്ങളൊക്കെ പുതുക്കി, രാകേഷ് നമുക്ക് വീട്ടിലിരിക്കാം, ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് രാകേഷിന്റെ വീട്ടിലിരുന്നപ്പോ ചതുർവേദം ഉണ്ടായിരുന്നു. അവന്റെ അച്ഛൻ ഒരു പണ്ഡിതനായിരുന്നു. അവിടെ ചതുർവേദമുണ്ട്. ഞാൻ പറഞ്ഞു, രാകേഷ് യജുർവേദം ഒന്ന് എടുക്കാമോ? അവൻ എന്നോട് ചോദിച്ചു, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? നിനക്ക് വേദത്തിന്റെ കാര്യത്തിൽ നിനക്കെന്താ, നീ മുസ്ലിമല്ലേ എന്നവൻ എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ, നീ യജുർവേദം എടുക്ക്, യജുർവേദത്തിന്റെ 32-ാം അധ്യായം എടുക്ക്. ആ 32-ാം അധ്യായം അവൻ എന്റെ മുമ്പിൽ നൂർത്തി വെച്ചു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, രാകേഷ് നീ അതിലെ 3-ാമത്തെ വചനം ഒന്ന് പാരായണം ചെയ്യ് എന്ന് പറഞ്ഞപ്പോ അവൻ എനിക്ക് നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല, പ്രതിമയില്ലാത്ത ദൈവം. നിങ്ങൾ നോക്ക്, വേദഗ്രന്ഥങ്ങൾ പ്രതിമ ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ബൈബിളിൽ ഒരു സബട്ടിങ് തന്നെ ബിംബാരാധകർക്കുള്ള ശിക്ഷ എന്നാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17 പറയുന്നത്, ഒരേ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആണിന്റെ രൂപം ഉണ്ടാക്കരുത്, പെണ്ണിന്റെ രൂപം ഉണ്ടാക്കി ദൂഷിതനാകരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപം ഉണ്ടാക്കരുത്, അതുപോലെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്, ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ബൈബിൾ. നേരത്തെ പറഞ്ഞ സൂക്തത്തിലും ബിംബാര, അപ്പൊ നിങ്ങൾക്കറിയാം, ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ 12-ാം പേജിലും 13-ലും 32-ാം പേജിലും 515-ാമത്തെ പേജിലും എല്ലാം ബിംബാരാധനയുടെ 16 ദൂഷ്യങ്ങൾ വിശദീകരിക്കുകയാണ്. ചെറിയഴീക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ ഉള്ളവന് പ്രസംഗിക്കാൻ അവസരമുണ്ടായപ്പോൾ
അവിടുത്തെ സ്വാമിജിക്ക് തുറന്നു പറയേണ്ടി വന്നു, ബിംബാരാധന ഹിന്ദുമതത്തിന്റെ സംഭാവനയല്ല, അത് മനുഷ്യർക്ക് ഏകാഗ്രത കിട്ടാനുണ്ടായതാണ്. ഞാൻ പറയുന്നത്, ദൈവം പഠിപ്പിക്കാത്ത ഒരു ആദർശം നമ്മൾ സൃഷ്ടിച്ചപ്പോ അതിന്റെ പേരിൽ കലാപമുണ്ടായി. രാമന്റെ പ്രതിമ ബാബരി മസ്ജിദിനുള്ളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് എന്തുകൊണ്ടാണ്? ദൈവം നിഷേധിച്ച, ഇല്ലാത്ത, ദൈവം പാടില്ലെന്ന് പറഞ്ഞ വിഗ്രഹ നിർമ്മാണം ഉണ്ടാക്കി അതൊരു ആരാധനാലയത്തിൽ കൊണ്ടുപോയപ്പോ വർഗീയ കലാപത്തിന്റെ തുടക്കമായി, മാനവ സൗഹാർദ്ദത്തിന്റെ തകർച്ചയായി. നേരെ മറിച്ച് ദൈവം പറഞ്ഞ പോലെ വിഗ്രഹമില്ലാത്ത സാക്ഷാൽ ഈശ്വരനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഉണ്ടാവില്ല. നിങ്ങൾ നോക്കേ, 14 പിന്നിട്ട ഇസ്ലാമിന് പ്രവാചകന്റെ ഒരു രൂപമുണ്ടോ, ചിത്രമുണ്ടോ, ഫോട്ടോ ഉണ്ടോ, പ്രതിമയുണ്ടോ? അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ, അത് തകർത്തതിന്റെ പേരിൽ ഒരു കമ്മ്യൂണൽ റയോട്ടുണ്ടോ? ഇല്ലെങ്കിൽ പഠിക്കണം മനുഷ്യരെ, ചിന്തിക്കണം മനുഷ്യരെ എന്ന് മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ, മിസ്രിം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടും ക്രൈസ്തവ ലോകം ബിംബാരാധനയിലേക്ക് കടന്നുപോയി, ഹൈന്ദവ ലോകം ബിംബാരാധനയിലേക്ക് കടന്നുപോയി. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ 3 സുപ്രധാനമായ കാര്യങ്ങൾ ആ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ മാസ്റ്റർക്ക് വേണ്ടി അത് പങ്കുവെക്കുകയാണ്. ഏത് ഇസ്ലാമിക സദസ്സിലും മാഷിക്ക് ധൈര്യമായി പറയാം, മനുഷ്യർ വ്യതിചലിത്തതും ഭിന്നമായതും തമ്മ തല്ലിയതും ദൈവം പഠിപ്പിച്ച ആദർശത്തിനെതിരായി പൗരോഹിത്യം പടച്ച ആദർശത്തെ മഹത്വവൽക്കരിച്ച് അവനവന്റെ യുക്തി വിളമ്പി അവനവന്റെ യുക്തിക്കനുസരിച്ച് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയപ്പോ വേദമനുസരിച്ചവർ വേറെയായി, യുക്തി അനുസരിച്ചവർ വേറെയായി, പൗരോഹിത്യം സ്വീകരിച്ചവർ വേറെയായി, അങ്ങനെ വിഭിന്നങ്ങളായി എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ പ്രധാനമായ കാര്യം. പ്രവാചകൻ മരണത്തിന്റെ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ 2 പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. 2 പ്രാർത്ഥന ഈശ്വരനോട്, ലോകത്തിന്റെ സിട്ടാവിനോട്. ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപമെന്ന് മഹാനിർവാണ സ്തോത്രത്തിൽ പറഞ്ഞ പോലെ എന്റെ പ്രാർത്ഥനകൾ അഖിലവും ജഗന്നിയന്താവായ സർവേശ്വരനോടാണ് എന്ന് പറയുന്ന മനോഹരമായ വാചകം. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണ യജുർവേദത്തിലെ 4-ാം അധ്യായത്തിലെ 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുള്ള ആ വാചകം. അതെന്താണ്? ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലയങ്ങളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും ധൂളികളുടെയും ചെടികളുടെയും ചുള്ളിക്കമ്പുകളുടെയും മരത്തിലെ പച്ചിലകളുടെയും മണ്ണിൽ കൊഴിഞ്ഞ ഇലകളുടെയും പുളഞ്ഞൊഴുകുന്ന നദികളുടെയും നാഥനായ അങ്ങേക്ക് നമസ്കാരം എന്ന് പറയുന്ന ഈ ഏകദൈവാരാധന, ഗുരുവായൂരപ്പ, ശ്രീരാമ, ശ്രീകൃഷ്ണ, യേശുക്രിസ്തുവേ, പിശാരിക്കാവിലമ്മേ, അതുപോലെ ഉള്ളാളം തങ്ങളെ, മുനമ്പത്ത് ഭീവിയെ, ചെരുവത്ത് ദേവിയെ ഞങ്ങളെ രക്ഷിക്കണേ എന്നല്ല, ചതുപ്പ് നിലങ്ങളുടെ, പർവ്വതങ്ങളുടെ, ലോകങ്ങളുടെ തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശ്വമേറ്റം എന്ന് പറയുന്ന ശ്വേതോപനിഷത്തിലെ വാചകത്തിൽ അവർ പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന സകല പതികളുടെയും പരമാരാധ്യൻ കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിന്റെ 21-ാം അധ്യായം, 1 പലതോ എന്നാണ് അധ്യായത്തിന്റെ പേര്. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ എന്ന മേൽവിലാസത്തിലാണ് ആ പുസ്തകമുള്ളത്. ആ പുസ്തകത്തിന്റെ 148-ാമത്തെ പേജ്, 21-ാം അധ്യായം, 3-ാമത്തെ പാരഗ്രാഫ് 1-2 വരിയിൽ പറയുന്നത്, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു ദേവിക്ക് പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുക്കണമെന്ന് പറയുന്ന ഈ ആദർശം, അവിടെയാണ് നമ്മൾ പറയുന്നത് സാക്ഷാൽ ഈശ്വരൻ, സർവ കഴിവിന്റെ ഉടമ, സർവജ്ഞനായ പ്രപഞ്ചനാഥൻ, ആ പ്രപഞ്ചനാഥനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നത്. നമ്മൾ അറിവിൽ പൂർണ്ണരല്ല, നമ്മൾ അറിവിൽ ശിശുക്കളാണ്. മനുഷ്യനെ മനുഷ്യനെ ദൈവമാക്കിയാൽ, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കേണ്ടതില്ല, പിന്നെ എനിക്ക് LKG ആവശ്യമില്ല, പിന്നെ എനിക്ക് UKG ആവശ്യമില്ല, പിന്നെ എനിക്ക് അറിവ് തേടേണ്ടതില്ല, കാരണം ഞാൻ ദൈവമാണ്. ദൈവം സർവജ്ഞനാണ്. സർവജ്ഞനായ ദൈവത്തിന് പിന്നെ പഠിപ്പിന്റെ ആവശ്യമില്ല. ബൈബിളിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് വളരും തോറും അറിവ് വർദ്ധിക്കുന്നു എന്നാണ്, അമ്മയുടെ മുലപ്പാല് കുടിച്ചു എന്നാണ്.
ശ്രീകൃഷ്ണൻ അമ്മയുടെ മുലപ്പാല് കുടിച്ചു എന്നാണ്, മുഹമ്മദ് നബി അമ്മയുടെ മുലപ്പാല് കുടിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അമ്മയെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ആശ്രയത്വത്തിന്റെ ഘടകങ്ങളായി, അടിമകളായി ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിലുള്ള കഴിവുകേടുകൾ അവർക്കുണ്ടായിരുന്നു എന്നാണ്. സിട്ടാവിനൊരാളെയും ആശ്രയമില്ല. കുൽ പറയുക പ്രവാചക, ഹുവല്ലാഹു അഹദ്, കാര്യം ദൈവം ഏകനാണ്. അല്ലാഹു അസ്സമദ്, അവൻ പരാശ്രയമുക്തനാണ്. എല്ലാം അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അതേ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട്. നമ്മുടെ സൂര്യന് സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ളതാണ്. ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന 10,000 കോടി നക്ഷത്ര കുടുംബങ്ങൾ ലോകത്തുണ്ട് എന്ന്, ആകാശത്തിന്റെ വിഹായസിലുണ്ടെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോ, ഈ ബൃഹത്തായ ഈ 7-14 ലോകങ്ങളെയും സൃഷ്ടിച്ച ഓം സദേ സമസ്തേ സർവലോകാശ്രയായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോകങ്ങളുടെയും അധീശാധികാരിക്കാൻ ഈ പാറി നടക്കുന്ന പ്രാണികളുടെ ചിറകുകളെ, അതിന്റെ കാലുകളെ ഡിസൈൻ ചെയ്ത ലോകത്തിന്റെ സിട്ടാവ്, റോബസ്റ്റ പഴത്തിന്റെ മനോഹാരിത, ഈ മണ്ണിൽ നമ്മൾ മൂത്രമൊഴിക്കുന്നു, ഈ മണ്ണിൽ നമ്മൾ കാഷ്ടിക്കുന്നു, ഈ മണ്ണിൽ നമ്മൾ കാർക്കിച്ചു തുപ്പുന്നു, ഈ മണ്ണിൽ നമ്മൾ വേസ്റ്റ് ഉപേക്ഷിക്കുന്നു, ഈ മണ്ണിൽ നായ്ക്കൾ മരിക്കുന്നു, ഈ മണ്ണിൽ മനുഷ്യർ മരിക്കുന്നു. ആ മണ്ണിൽ നിന്നാണ് മൂത്രത്തിന്റെ മണമില്ലാത്ത, കാഷ്ടത്തിന്റെ രുചിയില്ലാത്ത ആപ്പിൾ ഉണ്ടായതും മുന്തിരി ഉണ്ടായതും ഓറഞ്ച് ഉണ്ടായതും. അത് സൃഷ്ടിച്ച സർവാധിനാഥനായ സർവശക്തനില്ലേ, അവനെ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ദീദീപികൻ, വിരാട് പുരുഷൻ, മഹാനായ മൗലാന അബുൽ കലാം ആസാദ് തർജുമാനിൽ ഖുർആനിൽ പറയുന്ന മനോഹരമായ ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: മോഹൻജദാരോ ഹാരോവിൽ പൂർത്തിയാവാത്ത ഉത്ഖനനങ്ങളുടെ ഫലവും വ്യക്തമാക്കുന്നത് ഈ വസ്തുത തന്നെയാണ്. മോഹൻജദാരോ ഹാരോവിലെ ജനങ്ങൾ പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. ഓം എന്ന് വിളിക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് എന്നാണ്. ഇതിന് തുല്യമായ സംസ്കൃത പദം ഇതുവാൻ എന്നാണെന്നും, ഈ ഏക അസ്തിത്വമാണ്, അവന്റെ നിയമമനുസരിച്ചാണ് സകല വസ്തുക്കളും നിലനിൽക്കുന്നത് എന്നുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അവന്റെ മറ്റൊരു ഗുണം വേദുക്കുൺ എന്നായിരുന്നു. എന്നെന്നും ഉണർന്നിരിക്കുന്നവൻ എന്നാണ് ഇതിന്റെ താല്പര്യം. എന്നെന്നും ഉണർന്നിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ അധിപതിയായ സാക്ഷാൽ ഈശ്വരന്റെ അടിമകളായി മനുഷ്യർ മാറുമ്പോഴാണ് ഞങ്ങളുടെ ദൈവം ഒന്നാണ്, അവനെയാണ് വിളിക്കേണ്ടത്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രകൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്ന മഹാ നിർവഹണ സ്തോത്രത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ഇതാണ്. ആ ഏകനിലേക്ക് മടങ്ങണമെന്നാൽ നിങ്ങൾക്കറിയാം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയുമ്പോ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 8ാമത്തെ പുത്രനായി ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രി. അപ്പൊ രാത്രിയെ പ്രയാണം ചെയ്യിച്ച ശക്തി ശ്രീകൃഷ്ണനല്ല, രാവനെ പ്രയാണം ചെയ്യിച്ച ശക്തി മുഹമ്മദ് നബിയല്ല. യേശു ക്രിസ്തു കുരിശിലേറിയിട്ടും, ക്രിസ്തീയ വിശ്വാസ പ്രകാരം കുരിശിലേറിയിട്ടും ശനിയാഴ്ച ഉണ്ടായി, ഞായറാഴ്ച ഉണ്ടായി. സായിബാബ മരിച്ചിട്ടും സൂര്യൻ ഉദിച്ചു, ചന്ദ്രൻ ഉദിച്ചു. സായിബാബയുടെ കിഡ്നി വീക്കായിട്ട് പോലും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർവശക്തനുണ്ടെന്നാണ്. നേരത്തെ ഒരു ജീവന്റെ ഉത്ഭവത്തെ കുറിച്ച് വിശദീകരിച്ചുവല്ലോ. അവിടെ പോലും ആ മനുഷ്യന് എന്തൊക്കെ അംഗീകരിക്കേണ്ടി വന്നു, ആശ്രയിക്കേണ്ടി വന്നു. ദൈവം സൃഷ്ടിച്ച പലതിനെയും അത് അദ്ദേഹം സൃഷ്ടിച്ചതാണോ? അല്ല. ദൈവം സൃഷ്ടിച്ച പലതിനെയും ഉപയോഗപ്പെടുത്തി ഒരു ജീവന്റെ തുടിപ്പുണ്ടാക്കിയ കഥ പറഞ്ഞപ്പോഴും ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ ഒരു ശാസ്ത്രകാരനും സാധിച്ചിട്ടില്ല. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അതേ ആകാശമേലാപ്പിനെ നിയന്ത്രിക്കുന്ന, ഭൂമി നിങ്ങളെയും കൊണ്ടടകാതിരിക്കാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ഒരേ ഒരു പോയിന്റ് എന്റെ മാധവ, ഒരേ ഒരു പോയിന്റ് എന്റെ സഹോദര, ഒന്ന് ചിന്തിക്കണേ ബാല. നോക്ക്, മനുഷ്യവാസമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ക്ഷേത്രങ്ങളില്ല, ചർച്ചുകളില്ല, പള്ളികളില്ല, മനുഷ്യവാസമില്ല.
ദർശനങ്ങളില്ല, ഉപനിഷത്തുക്കളില്ല, ശ്രുതികളില്ല, സ്മൃതികളില്ല, ഖുർആനില്ല, ബൈബിളില്ല, തത്വശാസ്ത്രങ്ങളില്ല, പ്രസംഗങ്ങളില്ല, സിനഗോഗുകളില്ല, ഗവേഷണങ്ങളില്ല, ബഹിരാകാശ സംവിധാനങ്ങളില്ല, അനാട്ടമി പഠിക്കുന്ന ശാസ്ത്രകാരനില്ല. എങ്കിൽ മനുഷ്യരില്ലാത്ത കാലത്ത് ആകാശമില്ലേ മാധവ, സൂര്യൻ ഉണ്ടായിരുന്നില്ലേ മാധവ, ചന്ദ്രൻ ഉണ്ടായിരുന്നില്ലേ മാധവ, മരങ്ങൾ ഉണ്ടായിരുന്നില്ലേ മാധവ, കാനനങ്ങൾ ഉണ്ടായിരുന്നില്ലേ, കാട്ടാറുകൾ ഉണ്ടായിരുന്നില്ലേ, കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടിയൊളിക്കുന്ന മൻഭേടകൾ ഉണ്ടായിരുന്നില്ലേ? അതിനെയൊക്കെ ആര് സംവിധാനിച്ചുവോ അവനെ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു അൽ ഇലാഹ്, ലോകത്തിന്റെ അധീശാധികാരി. ആ അധീശാധികാരിയെ ആരാധിക്കണമെന്നാണ് ലോകവേദങ്ങൾ മാനവരാശിയെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതല്ലാത്ത ഒരു പുതിയ ആദർശം ഇല്ല മാഷെ പഠിപ്പിക്കാൻ. ഇവിടെ ഒരേ ഒരു കാര്യമാണ്, മാഷും ഞാനും ഫാദറും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശാസ്ത്രകാരനും എല്ലാവരും ആദമിന്റെ മക്കളാണെന്ന് പറയുന്ന, ഒരു ദൈവത്തിന്റെ അടിമകളാണെന്ന് പറയുന്ന, തമ്മ് തല്ലല്ലേ, കടുത്തറക്കല്ലേ, നമുക്കിനി ഗുജറാത്ത് കലാപം വേണ്ട, നമുക്കിനി ബാബരി മസ്ജിദ് ഇഷ്യൂസ് വേണ്ട, നമുക്ക് മാറാടും പൂനാടും വേണ്ട, തമ്മിലടിക്കണ്ട. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം അന്യനെ ആദരിച്ച് ബഹുമാനിച്ച് അംഗീകരിച്ച് ഇവിടെ ജീവിക്കാം എന്ന ഐക്യത്തിന്റെ സഹോദര്യത്തിന്റെ മഹാസന്ദേശം അവിടെയാണ്. പ്രവാചകന്റെ 2 പ്രാർത്ഥനകൾ പറഞ്ഞിടത്താണ് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചത്. മറന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, മറന്നതല്ല. ബോധപൂർവമായി പ്രവാചകൻ ദൈവത്തോട് നടത്തിയ 2 പ്രാർത്ഥനകളിൽ ഒന്ന് അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ, ആക്കരുതേ റബ്ബേ, കബരി, എന്റെ ഖബറിനെ, എന്നെ കൊണ്ടുപോയി ഖബറക്കുന്ന ഖബറിൽ ഈദൻ, അതൊരു ഉറൂസിന്റെ കേന്ദ്രം, പട്ടാമ്പി നേർച്ച, കൊണ്ടോട്ടി നേർച്ച, മരിച്ചുപോയ മഹാന്മാരുടെ ഖബറിടത്തിൽ മുസ്ലിമീങ്ങൾ കാണിക്കുന്ന തോന്നിയാസം, പേക്കൂത്ത്, അത് മതമല്ല. പ്രവാചകന്റെ പ്രാർത്ഥന തന്നെ എന്താ? എന്റെ ഖബറിടത്തിൽ ആനയിന്നല്ലത്തുണ്ടാകരുത്, എന്റെ ഖബറിടത്തിൽ ചെണ്ടവാദ്യമേളങ്ങൾ ഉണ്ടാകരുത്, എന്റെ ഖബറിടത്തിൽ പിപ്പിപ്പി ഡുണ്ടുണ്ടോ ഉണ്ടാകരുത്, എന്റെ ഖബറിടത്തിൽ മനുഷ്യർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സിട്ടാവിനെ വിട്ട് സൃഷ്ടിയായ എന്നെ, അടിമയായ എന്നെ വിളിച്ചാരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്റെ നാഥ എന്റെ പേരിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അല്ലാഹുമ്മ ലാ തുജ്അൽ ഖബരി വസനൻ യുഅബദ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാകരുത്. ബിംബത്തിന്റെ മുമ്പിൽ ഭക്തജനങ്ങൾ ചെയ്യുന്ന പണി എന്റെ ഉമ്മത്ത് മുസ്ലിമീങ്ങൾ എന്റെ ഖബറിടത്തിൽ ചെയ്യരുത്. ഞാനിവിടെ പറയുന്നത് CM മക്കാമും ഉള്ളാളവും ഭീമാപ്പള്ളിയും മുനമ്പത്ത് ബീവിയും ഏതേത് 3 പെറ്റുമ്മ ആ ദർഗയായാലും മക്കാമുകളായാലും നാട്ടുകല്ലായാലും ഏകദൈവാരാധനക്ക് വിരുദ്ധമായ ചിഹ്നങ്ങളാണത്. അതുകൊണ്ടത് പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് വായു നൽകി, നിങ്ങൾക്ക് വെള്ളം നൽകി, നിങ്ങൾക്ക് ചിന്താശേഷി നൽകി, നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി, കാണാനുള്ള കണ്ണ് നൽകി, കേൾക്കാനുള്ള കാത് നൽകി, നടക്കാനുള്ള കൈകൾ നൽകി, നിങ്ങൾക്ക് കൈ നൽകി, എന്തിനേയും കീഴ്പ്പെടുത്താൻ തക്കവണ്ണം അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹദാതാവ്, ആ അന്നദാനത്തിന്റെ ദാതാവ് ലോകത്തിന്റെ സിട്ടാവാണ്. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്ന സബബനൽ മാ അസബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബ വഖദബൻ വസൈതൂനൻ വനഖ്ലാ. വല്ലാത്തൊരു ചോദ്യമാണ്. ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞ് ഭൂമിയെ പിളർത്തി നിങ്ങൾക്ക് സസ്യലതാദികൾ മുളപ്പിച്ച് ഫ്രൂട്ടുകൾ നൽകി, മുന്തിരി നൽകി, ആപ്പിൾ നൽകി, ഓറഞ്ച് നൽകി, എല്ലാ സംവിധാനങ്ങളും നൽകി, പഴവർഗ്ഗങ്ങൾ നൽകി. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നത് ആരാ? അവനാണ് അല്ലാഹു. അവനാണ് പ്രപഞ്ചനാഥൻ, അവനാണ് നമ്മുടെ സിട്ടാവ്. അവനെ തിരിച്ചറിയുന്നതിലൂടെ, അവനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ, അവന്റെ മുമ്പിൽ സങ്കടം പറയുന്നതിലൂടെയാണ് മനുഷ്യന്റെ രക്ഷ എന്നാണ് ലോകത്ത് ദൈവിക ദർശനമായ ഇസ്ലാം ലോകത്തോട് പറയുന്നത്. അവൻ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിച്ചാൽ. അതുകൊണ്ടാണ് ലോകത്ത് നിങ്ങൾ പരിശോധിച്ചോ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പലരും ഭരിച്ചു, ഒരുപാട്. എന്റെ അത്ഭുതകരമായ ചോദ്യമാണ്, ഋഗ്വേദത്തിന്റെ ഉള്ളടക്കം പൂർത്തിയാകുന്നതോടെ ഋഗ്വേദത്തിന്റെ ആശയം ഉൾക്കൊണ്ട ഒരു ജനത ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുന്നില്ല. ബൈബിളിന്റെ പൂർത്തീകരണം യോഹന്നാന്റെ, മാർക്കോസിന്റെ, ലൂക്കോസിന്റെ, മത്തായിയുടെ സുവിശേഷം പൂർണ്ണമാകുന്നതോടെ അതിന്റെ ഉള്ളടക്കത്തിനനുസരിച്ച ഒരു ക്രൈസ്തവ ലോകം ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. സെന്നവസിലും തെൽമൂദും രൂപപ്പെട്ടപ്പോൾ അതിന് തുല്യമായ ഒരു ലോകം ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഖുർആനിന്റെ വായിക്കുക എന്ന് പറഞ്ഞ് ആരംഭിച്ച ഖുർആനിന്റെ വാചകം
വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന വാചകം അവസാനിക്കുമ്പോൾ ഖുർആനിന്റെ ഉള്ളടക്കത്തിലെ എല്ലാ നന്മകളും ഉൾക്കൊണ്ട ഒരു ജനത സൗദി അറേബ്യയിലുണ്ടായി. അവർ മദ്യപാനം ഉപേക്ഷിച്ചു. അവിടെ ചാരായ ഷാപ്പുകളില്ല, വിദേശ മദ്യത്തിന്റെ ബ്രാൻഡുകളില്ല, അവിടെ വേശ്യാലയങ്ങളില്ല, വേശ്യാവൃത്തിക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കുന്ന സമ്പ്രദായമില്ല, അവിടെ പലിശാലയമില്ല, അവിടെ പലിശക്ക് വേണ്ടി കൊടുക്കലില്ല, വാങ്ങലില്ല, എഴുതി വെക്കലുകളില്ല, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയില്ല. ലോകത്തിന് നീതിനിഷ്ഠമായ 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഒരു ലോകമുണ്ടായി. പഠിക്കണേ മാധവേട്ട, പഠിക്കണേ മാസ്റ്ററെ, പഠിക്കണേ ശാസ്ത്രകാരന്മാരെ എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി പറയാനുള്ളത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ ദൈവത്തെ കണ്ടുമുട്ടും. ഇതുപോലെ ഈ സ്റ്റേജിൽ വന്ന അതിഥികളും ഞാനും നിങ്ങളുമൊക്കെ ഈ ബോധത്തോടെ ദൈവസന്നിധിയിലെത്തും. പന്നിയായി, നായയായി, ചണ്ടാലനായി, പശുവായി നമ്മൾ ആരും അവിടെ വരില്ല. ഞാനും വിജയം മാസ്റ്ററായി, ഞാൻ അതേപോലെ ടീച്ചറായി, അതുപോലെ ഇവിടെയുള്ള ശാസ്ത്രകാരനായി, അതേ പേരിൽ അതേ അച്ഛനമ്മമാരുടെ മക്കളായി അവിടെ എല്ലാവരും വരും. ആ ദൈവസന്നിധിയിൽ എല്ലാവരും വരും. ആ ദൈവസന്നിധിയിൽ ചെയ്തു വെച്ച നന്മകൾക്ക് പ്രതിഫലമുണ്ട്. പാവപ്പെട്ടവരെ സഹായിച്ചാൽ, കഷ്ടപ്പെടുന്നവരെ സംരക്ഷിച്ചാൽ, നന്മ മാത്രം ചെയ്താൽ എല്ലാറ്റിനും പുണ്യമുള്ള ഒരു ലോകം വരാനുണ്ട്. ഈ വിശ്വാസമാണ് തമ്മിൽ തല്ലിയ അറബികളെ ഒന്നിപ്പിച്ചത്, ഐക്യപ്പെടുത്തിയത്. യുസ്റൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത ഒരു ജനതയവരായത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറയെ ഉണ്ണുന്നവന് മുസ്ലിം അല്ല. അയൽവാസി നിന്നെ കുറിച്ച് നിർഭയനായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ലോകത്ത് ചെയ്തു പോന്നിട്ടുള്ളത്. ഇസ്ലാം ആരെയും ഖുർആനിൽ അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആനിൽ പറയുന്നു എന്നാണ്. ഒരിടത്തും അതില്ല, ഒരു ഖുർആനിക വചനത്തിലും അതില്ല. തെറ്റിദ്ധാരണയാണ്. ഖുർആനിന്റെ 24 വചനങ്ങൾ മാറ്റണം, ഉപേക്ഷിക്കണം എന്ന് പറയുന്നവരോട് വിനീതമായി നമുക്ക് പറയാനുള്ളത്, ഏതാണ് ആ വാചകം? എന്താണ് ആ വാചകത്തിന്റെ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ആർക്കതൊരു മതിലില്ല. അമുസ്ലിങ്ങളോട് എങ്ങനെ പെരുമാറണം, അമുസ്ലിങ്ങളോട് എങ്ങനെ വർത്തിക്കണം? നിങ്ങൾ അവർക്ക് നീതി ചെയ്യണം, അവരോട് പുണ്യം ചെയ്യണം, അവരോട് മൈത്രി ബന്ധം പുലർത്തണം, അവരെ നല്ല നിലക്ക് കാണണം. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീട്ടിൽ നാട്ടിയോടിക്കാത്ത നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളോട് ഏറ്റവും നല്ല ഐക്യത്തിലാവണം. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ ജൂതന്റെ വീട്ടിൽ പടയങ്കി പണയപ്പെടുത്തിയ അദ്ദേഹം മരിച്ചു പോയത്. ഒരു ജൂതന്റെ ശാമഞ്ചം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചപ്പോ സഹാബത്ത് ചോദിച്ചവൻ ജൂതനല്ലേ? ഉടനെ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, ജൂതൻ മനുഷ്യനല്ലേ? ജൂതൻ മനുഷ്യനല്ലേ? ഇതാണ് ലോകം. ഇവിടെ BJP ആയാലും കോൺഗ്രസ് ആയാലും ആരെ, അവർ മനുഷ്യനല്ലേ? മാധവൻ മനുഷ്യനല്ലേ? സുരേന്ദ്രൻ മനുഷ്യനല്ലേ? ലാൽകൃഷ്ണ അദ്വാനി മനുഷ്യനല്ലേ? അബ്ദുൽ നാസർ മഅദനി മനുഷ്യനല്ലേ എന്ന ചോദ്യം. മനുഷ്യരെന്ന നിലയിൽ വിട്ടുവീഴ്ചകളുടെ നീതിബോധത്തിന്റെ ലോകമാണ് കെട്ടിപ്പടുക്കേണ്ടത്. സത്യത്തിൽ മാനവ മൈത്രി സമ്മേളനത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ച അതാണ്. മനുഷ്യനൊന്നാകണം, മനുഷ്യനൊറ്റ ദൈവത്തിലേക്ക് മടങ്ങണം. അതാണ് സത്യം. ഒറ്റ ദൈവത്തെ വിട്ട് മനുഷ്യൻ എന്ത് തത്വവും സ്വീകരിക്കാം, അതവന്റെ ഇഷ്ടമാണ്, അതവന്റെ ചോയ്സാണ്. പക്ഷേ ദൈവസന്നിധിയിൽ അവൻ അതിന്റെ പേരിൽ രക്ഷപ്പെടുമോ? അതില്ലെന്ന് വേദം തീർത്തു പറയും. അതുകൊണ്ട് തന്നെ ദൈവം പഠിപ്പിച്ചു എന്നുറപ്പുള്ള ആശയത്തിലേക്ക് മാനവതയെ തിരിച്ചു വിളിക്കുക എന്ന ഏറ്റവും മഹോന്നതമായ ഒരു ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ സംഘടന നിർവഹിക്കുന്നത്. ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, മതത്തെ ഏറ്റവും നന്നായി പഠിച്ചാൽ ആർക്കും ആരുടെ ശത്രുവാകാനും കഴിയില്ല, ആർക്കും ആരെയും കൊല്ലാൻ കഴിയില്ല. എത്ര അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ കേട്ടു നമ്മൾ, എത്ര വിധവകളുടെ കൂട്ടക്കരച്ചിലുകൾ നമ്മൾ കേട്ടു. അതുകൊണ്ട് തമ്മിൽ തല്ലാത്ത ഐക്യത്തിന്റെ, കാരുണ്യത്തിന്റെ, വിശ്വസാഹോദര്യത്തിന്റെ മഹിമയാർന്ന മൈത്രിയുടെ സന്ദേശം ഹ്രസ്വമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്കെല്ലാം, സാഗൂതം കേട്ട നിങ്ങൾക്ക് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാം നന്മയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കാൻ, അധ്വാനിക്കാൻ, നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ചതമ്പുരാനെ സർവാധിനാഥനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.